വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങൾ മധ്യത്തിലുണ്ട്. കർത്താവേ, അവിടുന്ന് മാത്രം വെളിപ്പെട്ടാട്ടെ, അവിടുത്തെ ശബ്ദം മാത്രം ഞങ്ങളെ കേൾപ്പിച്ചാട്ടെ, ഞങ്ങൾ കുറയട്ടെ, കുറഞ്ഞില്ലാതാകട്ടെ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം, അവിടുത്തെ ജീവന മൊഴികളെ കേൾപ്പിക്കണം. കർത്താവേ, ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്ന നാമത്തെ മഹത്വപ്പെടുത്തുന്ന എന്താ ഈശ്വരനെ മാതിരിയുള്ള നാമത്തിൽ ആണെന്നാണ്. ഗലാത്യർ 2:20 വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ്. ഗലാത്യർ 2:20 2-3 മുമ്പേക്ക് നമ്മൾ ആ വാക്യം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം, അതിന്റെ ഒരു ആകത്തുക പറയുന്ന ഒരു വളരെ മനോഹരമായ വാക്യം. അത് പൗലോസ് തന്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുന്ന ഒരു വാക്യമാണ്. നമ്മൾ ഇന്ന് അതൊരു വാക്യമായിട്ട് ഉദ്ധരിക്കുമ്പോൾ പൗലോസ് തന്റെ ജീവിതത്തിന്റെ പച്ചമായ യാഥാർത്ഥ്യമായിട്ട് അനുഭവമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. നമ്മളിൽ ആരാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാല് അത് നമ്മൾ ഒരുപാട് കൽപ്പനകള്, പ്രമാണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നൊന്നായിട്ട് പാലിക്കണം. ഇന്ന വാക്യം അനുസരിക്കണം, ഇന്ന വാക്യം അനുസരിക്കണം. ഇത് നമ്മളുടെ ഒരു സ്വയപ്രയത്നത്തില്, സ്വന്താധ്വാനത്തില് നമ്മളുടെ ആ ജീവിതത്തെ ഒന്ന് റിഫോം ചെയ്തുകൊണ്ട്, ഒന്ന് പരിഷ്കരിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതമാണ്. എനിക്ക് കോപം നിയന്ത്രിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പബ്ലിക്കാൻ വരുന്ന സിറ്റുവേഷനിലെല്ലാം കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മസിൽ പിടിച്ച്, കുറച്ചുകൂടെ ഒന്ന് പല്ല് ഞെരിച്ച് പിടിച്ച്, കുറച്ചുകൂടെ നിർദ്ദേശശ്വാസം എടുത്ത് വിട്ട് അതൊന്നും തെറ്റില്ല. എന്ന് വെച്ചാല് വേറെ നിയന്ത്രിക്കാൻ വേറെ ഒരു മാർഗമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോപിച്ച് കൊളാകുന്നതിനേക്കാളും നല്ലത് ഓൾഡ് ടെസ്റ്റമെന്റ് ഓൾഡ് ടെസ്റ്റമെന്റ് വേ ഉണ്ട്, ന്യൂ ടെസ്റ്റമെന്റ് വേ ഉണ്ട് കോപം നിയന്ത്രിക്കാൻ എന്ന് പറയും. നമ്മൾ സാങ്കുലറിനെ കേട്ടിട്ടുള്ള കാര്യമാണ്. പഴയ നിയമത്തില് അവർക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിലില്ലാത്തത് കൊണ്ട് അറ്റ്ലീസ്റ്റ് കോപം വരുവാണെങ്കിൽ നിങ്ങള് കട്ടിലിൽ ചെന്ന് കിടന്ന് മെഡിറ്റേറ്റ് ഇൻ യുവർ ബെഡ്. ഓൾഡ് ടെസ്റ്റമെന്റ് അറിയത്തില്ല ഞാൻ. നമുക്ക് എല്ലാത്തിലും 2:20 നമുക്ക് വരാം. സങ്കീർത്തനം 4-ാം സങ്കീർത്തനത്തില് അവിടെ ഓൾഡ് ടെസ്റ്റമെന്റ് വേ ഓഫ് കൺട്രോളിങ് ആങ്കർ, നിങ്ങളെ കോപത്താൽ അങ്ങ് ട്രംബിൾ ചെയ്യുവാന്നിരിക്കട്ടെ. ദേഷ്യം വരുന്നു, ഭാര്യ പറഞ്ഞു കേട്ടിട്ട്, ഭർത്താവ് പറഞ്ഞു കേട്ടിട്ട്, കുഞ്ഞുങ്ങൾ പറഞ്ഞു കേട്ടിട്ട്, അപ്പനമ്മമാര് പറഞ്ഞു കേട്ടിട്ട്, അയൽവക്കത്താരോ കൂട്ടുകാരോ നാട്ടുകാരോ ഒക്കെ ഇട്ടിട്ട് ട്രംബിളിങ് ഇൻ ആങ്കർ. സങ്കീർത്തനം 4:4 നടുങ്ങുവിൻ, ട്രംബിൾ ആൻഡ് നോട്ട് സിൻ. പാപം ചെയ്യാതിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ കിടക്കുന്നതില് അവിടെ പോയി കിടക്കുക കുറച്ചു നേരം. ഇവിടെ ഹോളിൽ നിന്ന് പൊട്ടിത്തെറിച്ച് എല്ലാവരും കൂടെ ചുറ്റും നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ നാമാവശേഷമാകും. അതുകൊണ്ട് ചിലപ്പോൾ അവിടെയുള്ള പ്ലേറ്റുകളൊക്കെ ഉടയപ്പെടും, ചിലപ്പോൾ സ്പൂണുകളൊക്കെ എറിയപ്പെടും, അല്ലെങ്കിൽ ചിലപ്പോൾ അയൽവക്കത്തുകാർക്ക് ചില സ്വരമാധുര്യമൊക്കെ കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പോയി കിടക്കുക. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായി ഇരിക്കുവിൻ. സെലാം. പോസ്. പേപ്പർ കോഡൊക്കെ യൂട്യൂബിൽ നമ്മളൊന്ന് പോസ് ചെയ്യും. കുറച്ച് നേരത്തേക്ക് ഒന്നും വേണ്ടണ്ട, പോസ്. അത് കോൺടെസ്റ്റ് ആയിരുന്നു. അതില് തെറ്റുണ്ടോന്ന് ചോദിച്ചാൽ കോപിച്ച് പൊട്ടിത്തെറിച്ച് ബാക്കിയുള്ളവരെ മുറിപ്പെടുത്തുന്നതിനെക്കാട്ടും നല്ലതാ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോയി നമ്മളൊരു ശ്വാസോച്ഛ്വാസം, ഞങ്ങൾ ഈ സെക്രട്ടറിയുടെ ആങ്കർ മാനേജ്മെന്റ് ടെക്നിക്സ് ആയിട്ട് പറയുന്നതൊക്കെ ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയാം. ചിലപ്പോൾ അതിൽ തെറ്റില്ല എന്ന് വെച്ചാൽ അത് പഴയ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ജീവൻ വെളിപ്പെടുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നിടം വരെ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. സോ ദാറ്റ് മറ്റുള്ളവരെ കോപത്താൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മള് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നു. ലീവ് ദാറ്റ് സിറ്റുവേഷൻ, ടേക്ക് സം ഡീപ് ബ്രെത്ത്സ്. കുറച്ച് അപ്പം പലത് ഡോക്ടർ കോപിക്കുന്ന സമയത്ത് ഒന്നും നോക്കത്തില്ല, എല്ലാം കോപിച്ച് എല്ലാം കുളമാക്കിയ ശേഷം ഇങ്ങനെയൊക്കെ പറയുന്ന 1, 2, 3 സ്റ്റെപ്പൊക്കെ എനിക്ക് ഓർമ്മ വന്നേ. പിന്നെ കുറച്ച് നാള് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓർമ്മ വന്നോളൂ. പിന്നെ അതുപോലെ തന്നെ കോപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അപ്പോളജൈസ് ചെയ്യേണ്ട വരുമല്ലോ എന്ന് വിചാരിച്ചു. അതായത് അപ്പോളജൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമ ചോദിക്കേണ്ട വരുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്ഷമ ചോദിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതിൽ കോപിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും നമുക്ക് കോപിക്കാതിരിക്കാൻ
ഒക്കെയുള്ള അതൊക്കെ ഒരു സെക്കൻഡ് ബെസ്റ്റ് മെത്തേഡ്സ് ആണ്. അതൊന്നും റോങ് അല്ല, സെക്കൻഡ് ബെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് കോപിച്ച ക്ഷമ ചോദിക്കണം എന്നുള്ളത് ബെസ്റ്റ് തന്നെ. ഞാൻ പറയുന്നത് വെച്ചാൽ അത് കോപം നിയന്ത്രിക്കുന്നതിൽ അത് നമ്മളെ ഒന്ന് തടുക്ക് തീർക്കുന്നതൊക്കെ ഒരു സെക്കൻഡ് ബെസ്റ്റ് മെത്തേഡാണ്. ഞാൻ പറഞ്ഞു വരുമെന്ന് പറഞ്ഞാല് എന്നാ പുതിയ ഉടമ്പടിയില് നമ്മളായിട്ട് ഇങ്ങനെ കടിച്ചു പിടിക്കുന്നതല്ല, മറിച്ച് നമ്മളത് ക്രൂശിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മള് ആ സാഹചര്യത്തിൽ ഇപ്പൊ കോപം ആകട്ടെ, മോഹമാകട്ടെ, അസൂയാകട്ടെ, ക്ഷമിക്കാതിരിക്കാനുള്ള ഒരു പക, വിദ്വേഷം, അക്ഷമ എന്നുള്ള കാര്യമാവട്ടെ, ആകുല ചിന്തകളാവട്ടെ, ചിലപ്പോൾ നമുക്ക് നിരാശ, ചിലപ്പം എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വന്ന് നമുക്ക് തോൽവി നേരിട്ടു, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല, പ്രതീക്ഷിച്ച ജോലി കിട്ടിയില്ല, വിവാഹം ഡിലേ ആയി പോകുന്നു, അല്ലെങ്കിൽ ജോലിയുടെ കാര്യം, മക്കളുടെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്കൊരു നിരാശ, ഒരു ഭാരം ഹൃദയത്തിൽ വരുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പൊ എന്ത് പ്രലോഭനമായിക്കോട്ടെ, ഇപ്പൊ കോപം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും കാര്യമായിരുന്നു ഞാൻ കോപം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഏത് സാഹചര്യമാവട്ടെ, നിരാശപ്പെടാനോ, കൈപ്പാട്ടിരിക്കാനോ, പരാതിയും പെറുവിറുപ്പും വന്നാലും ഇങ്ങനെ അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അങ്ങനെ പല പരാതിയും പെറുവിറുപ്പും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ സെക്കൻഡ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മള് ആ ഒരു സാഹചര്യം മാറിപ്പോയി, അങ്ങനെയൊക്കെ ഉള്ള ഡീപ് ബ്രീത്തിങ് ടെക്നിക്സ്, കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു, കുറച്ച് ആ സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണം, ഷുഗർ ഇല്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നടക്കാനൊക്കെ പോയി ഒരു പാട്ടൊക്കെ കേട്ട്, ഒരു മെസ്സേജ് ഒക്കെ കേട്ട്, പ്രാർത്ഥിച്ച് അതൊക്കെ വന്ന് സംസാരിക്കാറ് സെക്കൻഡ് ബെസ്റ്റ് മെത്തേഡ്. ഓഫ് കോഴ്സ് പ്രീ പ്രൈമറി ലെസൺ ആണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശൈശവത്തില് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. ചില അങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരു കോപം നിയന്ത്രിക്കാൻ, കോപമല്ല വേറെ സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ദൈവം അത് നമുക്ക് പ്രാപ്തി തരും. എന്നാ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെ എന്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നേ, എന്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ കുറച്ച് ഉറക്കെ പറയുമ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലേ? ഓക്കെ. എന്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളിങ്ങനെ ഒരു പഴയ നിയമത്തിന്റെ ആ ഒരു മെത്തേഡുമായിട്ട് അങ്ങനെ എപ്പോഴും എനിക്ക് ഉറക്കം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ അവിടെ നമ്മെ തന്നെ ക്രൂസിനെ ഏൽപ്പിക്കണം. കർത്താവെ, എന്നെ കൊണ്ട് പറ്റത്തില്ല, കർത്താവെ ഐ എം എ ഫെയിലിയർ, എനിക്ക് എന്തെങ്കിലുമൊക്കെ പല സാഹചര്യങ്ങളും ഉറക്കം നിയന്ത്രിക്കുന്ന പറഞ്ഞാൽ ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങേണ്ട, രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാത്തതുകൊണ്ട് പലപ്പോഴും ബാക്കിയുള്ള സമയത്ത് ഉറക്കം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. ഉറങ്ങേണ്ട സമയത്ത് ചിലപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ട് ഉറക്കം വരാതിരിക്കുന്ന രാത്രികളും, അസുഖങ്ങൾ കണ്ട് ഉറക്കം വരാതിരിക്കുന്ന രാത്രികളും ഒരു ദിവസം ഉറങ്ങിപ്പോകും. ഞാൻ അതിലൊന്നും ഒരു പാപമാണെന്നുള്ള കാര്യമൊന്നും അല്ല പറയുന്നത്. പക്ഷെ അതൊരു പഴക്കം എന്ന് പറഞ്ഞാൽ അതൊരു തമിഴ് വാക്കാണ്, ശീലമായിട്ടായി തരുന്നത്. നമ്മുടെ മലയാളത്തിൽ പഴക്കം എന്ന് പറഞ്ഞാൽ ഓൾഡ്നെസ് എന്നാണ്. തമിഴ് ഞങ്ങൾ പഴക്കം എന്ന് പറയുന്നത്, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് തമിഴ് സഹോദരന്മാർക്ക് സംസാരിക്കേണ്ടത് തമിഴ് കയറി വരുന്നത്. പഴക്കം എന്ന് പറഞ്ഞാൽ ഓൾഡ് ശീലം, അപ്പൊ അതൊരു ശീലമായിട്ടായി തീരരുത്. നമ്മള് അത്രയും സമയമൊക്കെ ഉറങ്ങാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മള് എങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നേ. ഇറ്റ് ഇസ് നോട്ട് എ ചേഞ്ച്ഡ് ലൈഫ് ബട്ട് എ എക്സ്ചേഞ്ച്ഡ് ലൈഫ് എന്ന് ജോർജ് ബേർ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. എക്സ്ചേഞ്ച്ഡ് ലൈഫ് വെച്ചാല് നമ്മുടെ സ്വയജീവൻ തന്നെ, നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മുടെ ജഡം തന്നെ ഒന്ന് മൂടി പിടിപ്പിച്ച് വലിയ നമ്മുടെ ആ ഒരു ദേഹിയിലുള്ള നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് ഒന്ന് കടിച്ചു പിടിച്ച് നമ്മൾ കുറച്ചുകൂടെ ഒരു മയത്തിൽ സംസാരിച്ച് കുറച്ചുകൂടെ ഒരു ഭവ്യമായിട്ട് താഴ്മയൊക്കെ അഭിനയിച്ച് നമ്മള് വലിയ കേടുപാടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ബാക്കിയുള്ളവർക്ക് വെച്ച് കേടുപാടൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ ഒരു കടിച്ചു പിടിച്ച ഒരു സ്വയജീവന്റെ ഒരു സ്വയശ്രമത്തിന്റെ ഒരു പാഴ്വേലയല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, മറിച്ച് കർത്താവിന്റെ ജീവൻ നമ്മളിൽ ഒന്ന് നിറയണം, കർത്താവിന്റെ ജീവൻ വെളിപ്പെടണം. അതാണ് നമ്മളിവിടെ പൗലോസ് പറയുന്നത്. പൗലോസ് ഗലാത്യ ക്രിസ്ത്യാനികളോടാണ് പറയുന്നത്. ഗലാത്യയിലുള്ള ദൈവമക്കള് അവര് ദൈവമക്കളായിരുന്നു, വീണ്ടും ജനിച്ച വിശ്വാസികളായിരുന്നു, എന്നാൽ അവര് ശൈശവത്തിലായിരുന്നു. അവരില് ക്രിസ്തു ഒന്നും രൂപപ്പെട്ടിരുന്നില്ല. ക്രിസ്തു ഉരുവായോ എന്ന് ചോദിച്ചാൽ ക്രൈസ്റ്റ് വാസ് ഇൻ ദം ബട്ട് ക്രൈസ്റ്റ് വാസ് നോട്ട് ഫോംഡ് ഇൻ ദം. ഗലാത്യർ 4:19 നമ്മൾ വായിക്കുമ്പോൾ പ്രസവവേദനപ്പെടുകയാണ് ഇവിടെ ആത്മീയ മാതാവായിട്ടുള്ള പൗലോസ്. ആത്മീയ പിതാവില്ലേ പൗലോസ്, പക്ഷെ ആത്മീയ മാതാവിന്റെ റോളും പൗലോസിന് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവരെ ആത്മീയമായിട്ട് അവരെ ക്രിസ്തുവിലെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശു രൂപപ്പെടുന്നു പറഞ്ഞാൽ ശിശു ഭ്രൂണം ഉരുവാകുന്നു. എന്നാൽ അത് ക്രിസ്തുവിന്റെ രൂപവും ഭാവവും ഒക്കെ ആയിട്ട് ഒരു മനുഷ്യ കുഞ്ഞായിട്ട് അത് ഒരു രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ഗലാത്യർ 4:19 നമ്മൾ വായിച്ചു. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം എന്നുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ എനിക്ക് അത്ര യോജിപ്പില്ല. രൂപപ്പെടുവോളം, മൊർഫാവോ എന്ന് പറഞ്ഞൊരു
ഗ്രീക്ക് പദമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. മോർഫി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരാളുടെ തല വെച്ച് വേറെ ഉടൽ വെച്ച് ആൾക്കാരെ മോർഫ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കാര്യമൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. മോർഫോളജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. മൊർഫാവോ എന്ന് പറഞ്ഞ മാർഫി എന്നുള്ള വാക്കിന് അർത്ഥം ഫോം, എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്നൊക്കെയാണ്. അതിൽ നിന്ന് മർഫാവോ എന്നുള്ള വാക്ക് വരുന്നത്. ആ മർഫാവോ എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവ് അവിടെ ഉപയോഗിച്ചിരുന്നത് രൂപപ്പെടുവോളം. ക്രിസ്തു ഫോംഡ് ഇൻ യു. ആ ഫോം, ക്രിസ്തുവിന്റെ ആ ഒരു ഭാവം, അതായത് നമ്മൾ തന്നെ അങ്ങ് ജീവിക്കും. നമ്മുടെ ജഡം, നമ്മളുടെ സ്വന്തം ഇഷ്ടം, നമ്മളെ മോഡിഫൈ ചെയ്ത് പ്രസന്റ് ചെയ്യുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഒരു പെർഫോമൻസ് മാതിരി നമ്മള് ഇപ്പം പലരുടെയും ഒരു ഞായറാഴ്ച മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞൊരു പെർഫോമൻസ്, ഓടിച്ചാടി ഞാൻ ചെല്ലുന്ന പല പല ചർച്ചസിലും മൈക്കിന്റെ സ്റ്റാൻഡ് തുരുമ്പ് പിടിച്ചിരിക്കുമോ അവിടെ ചെന്നിട്ട് ഞാൻ മൈക്കിന്റെ സ്റ്റാൻഡ് ഉണ്ടോ? ഓ ഉണ്ട്, അവിടെ തുരുമ്പ് പിടിച്ച് ക്രാക്ക് എന്ന് വെച്ചാൽ അവിടെ മൈക്ക് സ്റ്റാൻഡ് അവര് ഉപയോഗിക്കാറില്ല. അവര് ഓടി നടന്ന് ചാടി നടന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ എന്നിട്ടാണ് ഈ തുരുമ്പ് പിടിച്ച മൈക്ക് സ്റ്റാൻഡിൽ കൂടിയിട്ട് എനിക്ക് കൈക്ക് നനക്കണമെങ്കിൽ എനിക്ക് മൈക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് പലർക്കും നമ്മൾ ആരും കല്ലെറിയാനല്ല, അവർക്ക് അത്ര ആ ഒരു രീതിയിൽ അവർക്ക് അത്രയൊക്കെ അറിയത്തുള്ളായിരിക്കും. ചില ഒരു പെർഫോമൻസ് മാതിരി ബാക്കിയുള്ളവരുടെ മുമ്പാകെ ഒരു തിയേറ്റർ ഷോ മാതിരി പെർഫോമൻസ് മാതിരി വലിയ ഒരു പ്രകടനം മാതിരിയാ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ, അതുപോലെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ. എന്നാൽ നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? ഷുഡ് ബി പ്രസന്റേഷൻ ഓഫ് ലൈഫ് ഓഫ് ജീസസ്. നമ്മളുടെ മീറ്റിങ്ങുകൾ കർത്താവിന്റെ ജീവന്റെ ഒരു പ്രസന്റേഷൻ ആയിരിക്കണം, ഒരു അവതരണം, ജീവന്റെ ഒരു പകരലായിരിക്കണം, പകർന്നൊഴുക്കായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുവോളം ഞാൻ പ്രസവവേദനപ്പെടുവാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയില് ലേബർ പെയിൻ, അമ്മ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഒരു വലിയ പ്രസവ വേദന എന്ന് പറയുമ്പോൾ അത് വലിയൊരു വീണ്ടും 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 വരുന്ന ഒരു ഭാരത്തോടുകൂടിയുള്ള വലിയൊരു വേദന. അപ്പം അത് ചിലര് കഴിഞ്ഞ എന്താ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ എന്തോ ആസ്വദിച്ച് പ്രസവിക്കുന്ന ഒരു കാര്യമില്ല, ചിലര് പറഞ്ഞതുപോലെ മറിച്ച് അതൊരു വലിയ വേദനയുള്ള കാര്യമാണെന്ന് ഏത് സഹോദരിയോട് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പൊ ഞാൻ പറഞ്ഞ ഭയങ്കര ഒരു ഇമ്മൻസ് പെയിൻ. അപ്പൊ അതുപോലെ പൗലോസിന്റെ ആ ഒരു ആത്മീയ പിതാവ്, ആത്മീയ മാതാവ് എന്നുള്ള വലിയൊരു ഭാരത്തോടെ, ആത്മാവിലുള്ള ഒരു വ്യഥയോടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, തന്റെ ആത്മീയ മക്കളെ കുറിച്ച് നിങ്ങൾ ഇനിയും ന്യായപ്രമാണത്തിന്റെ കീഴില്, ഗലാത്തി ക്രിസ്ത്യാനികൾക്കതായിരുന്നു പ്രയാസം വെച്ചാൽ അവര് ഒരു ന്യായപ്രമാണം, അവര് ക്രിസ്ത്യാനികളായിട്ടൊക്കെ മാറി എങ്കിലും യഹൂദന്മാരും പരിച്ഛേദനക്കാരും, അതായത് യഹൂദന്മാരും ജാതികളും എന്നുള്ളൊരു വ്യത്യാസം, അത് കഴിഞ്ഞിട്ട് പിന്നെ പരിച്ഛേദന ഏൽക്കണം, അതുപോലെയൊക്കെയുള്ള പഴയ നിയമത്തിലെ പല കൽപ്പനകളും പിന്നെ അനുസരിക്കുന്നതും അതിലേക്കൂടെ നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. യേശു ശരിയാണ്, യേശു നമുക്ക് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഇനിയിപ്പോ അത് പാലിക്കണം, ഇത് പാലിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ കൽപ്പനകൾ അനുസരിച്ച് എന്തോ ഒരു നമ്മൾ തന്നെ എന്തായിട്ട് ന്യായപ്രമാണത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തന്നെ എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം ഇനിയിപ്പോ അങ്ങ് ദൈവത്തിന്റെ പ്രസാദം നേടുക. മറിച്ച് ക്രിസ്തു നമ്മളില് രൂപപ്പെട്ട, ക്രിസ്തു വെളിപ്പെടുന്ന ഒരു ജീവന്റെ ഒരു കാര്യമല്ലാതെ ഒരു സ്വയപ്രയത്നത്തിന്റെ കാര്യം. ഇപ്പൊ നമ്മളുടെ ചർച്ചസിലാണെങ്കിൽ പോലും നമ്മൾ വലിയ വചനത്തിന്റെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ അതും ഒരു പഴയ നിയമത്തിന്റെ ഒരു കൽപ്പനകളുടെ ഒരു സെൻസിൽ നമുക്ക് എടുത്ത് അതനുസരിക്കണമല്ലോ, ഇതനുസരിക്കണമല്ലോ എന്നുള്ള ഒരു സ്വയപ്രയത്നത്തിന്റെ ഇതിലേക്ക് പോകാം. നമ്മൾ നമ്മെ തന്നെ താഴ്ത്തണം, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സ്വയപ്രയത്നത്തിന്, അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മളൊക്കെ ഫെഡപ്പ് ആവും, കുറച്ച് കഴിയുമ്പോൾ നമ്മളതിനങ്ങ് മടുക്കും. മറിച്ച് എന്താ നമ്മളെ ഒരു വി ഹാവ് ടു കം ടു ആൻ എൻഡ് ഓഫ് ഹൗസസ്, നമ്മളുടെ സ്വയത്തിന്റെ ഒരു അറ്റത്തിലേക്ക്, നമ്മളുടെ ഒരു അവസാനത്തിലേക്ക് വന്ന് ഒരു സീറോ പോയിന്റിലേക്ക് വന്ന് കർത്താവേ എന്നെ കൊണ്ട് പറ്റിയില്ല, അവിടുന്ന് തന്നെ എന്നിൽ വന്ന് നിറഞ്ഞാട്ടെ, അവിടുത്തെ ആ ആത്മാവിനാല് ജീവനാല് ആ പെന്തക്കോസ്തിൽ പോലെ ഇന്ന് ആത്മാവെ പകർന്നിടുക എന്ന് നമ്മൾ പാടിയതുപോലെ, അതുപോലെ കർത്താവെ അവിടുത്തെ ആ ഒരു ജീവൻ എന്നിൽ ഒന്ന് നിറയ്ക്കണം. അതിനായിട്ട് ഞാൻ ക്രൂശിക്കപ്പെടുന്നു. ഇവിടെ പൗലോസ് ഇവിടെ പറയുന്ന ആ ഒരു സന്ദർഭം എന്താ, ഇവിടെ ഗലാത്യ 2-ാം അധ്യായത്തില് സീനിയർ ആയിട്ടുള്ള പത്രോസ് അപ്പോസ്തലൻ പോലും ഈ പരിശോധനക്കാരുടെയൊക്കെ ഉപദേശം, അതായത് ഈ ന്യായപ്രമാണം പിടിച്ചുകൊണ്ട് എടുക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഉപദേശത്തിൽ തെറ്റിപ്പോകുന്ന തരത്തിലേക്ക് അവരെ ഒന്ന് പ്രസാദിപ്പിക്കാൻ വേണ്ടി അവരുടെ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും പത്രോസ് ഈ ജാതികളോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. നമ്മൾ ഗലാത്യ 2-ാം അധ്യായത്തിൽ അത് മുമ്പേ വായിച്ചാൽ നമ്മളത് കാണുന്നത്, ജാതികളിന്റെ വിശ്വാസത്തിലേക്ക് വന്നവരായിട്ടുള്ള അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള അഗ്രചർമ്മികളായിട്ടുള്ളവരുമായിട്ട്
പൗലോസ് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പക്ഷേ ഈ പരിച്ഛേദനക്കാർ വന്നപ്പോഴത്തേക്കും പത്രോസ് പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ മതി, എനിക്കിപ്പോ ഇത്ര മതി എന്ന് പറഞ്ഞ് അപ്പുറത്തോട്ട് പോയിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യം. ആ ഒരു പത്രോസിന്റെ ആ ഒരു ഹിപ്പോക്രസി നമ്മളവിടെ ആ ഒരു മായ്മാനം എന്ന് പറഞ്ഞാൽ തമിഴ് വാക്ക, ഹിപ്പോക്രസി എന്ന് പറയാൻ കാപട്യം. ആ ഒരു കാപട്യത്തിന്റെ കാര്യം വെച്ചാൽ പത്രോസ് അത്ര വലിയ അപ്പോസ്തലനായിരുന്നു. പക്ഷെ പത്രോസിന് അവിടെ ഒരു വീഴ്ച പറ്റി. പത്രോസിനെ കണ്ടത് നമ്മളാരുമല്ല, അത്രയും ഒരു വലിയൊരു അപ്പോസ്തലനായിരുന്നു. പക്ഷെ എങ്കിലും പത്രോസ് പോലും എന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരു പ്രഷർ ഉണ്ടായിരുന്നു അന്ന്. നമുക്കത് ഇന്നത്തെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അന്ന് യഹൂദന്മാരായിട്ട് ജനിച്ചു വളർന്നവർക്ക് ഈ പരിച്ഛേദന എന്നുള്ള കാര്യവും ഇതുപോലെയൊക്കെയുള്ള ഒരു വേർതിരിവും കാര്യങ്ങളൊക്കെ അങ്ങ് രൂഢമൂലമായിട്ട് അവരിങ്ങനെ ഗർഭസ്ഥാവസ്ഥ മുതലേ കേൾക്കുന്നതും വേർതിരിവും വിവേചനവും ഒക്കെ ഡിസ്ക്രിമിനേഷനും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതിന്റെ ആ തുടക്കത്തിലുണ്ടായിരുന്നവരാ ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാല് പത്രോസ് വരെ ഇങ്ങനെ ആയപ്പം പത്രോസ് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നൊരു കാര്യം, പൗലോസ് ഓപ്പൺ ആയിട്ട് വന്ന് പത്രോസിനെ തിരുത്തുന്ന ഒരു കാര്യമൊക്കെ നമ്മള് പോൾ റിബ്യൂക്സ് പീറ്റർ എന്നൊക്കെ പറഞ്ഞ അതിന്റെ 11-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒക്കെ നമ്മള് ഒക്കെ കാണുന്നുണ്ട്. അത് 14-ാമത്തെ വാക്യത്തിൽ ഇപ്പൊ പൗലോസ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് വളരെ ആ ഒരു ഉറപ്പോടെ നിന്ന് ധൈര്യത്തോടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ പറയുന്നതും അത് കഴിഞ്ഞിട്ട് പറയുക 18-ാമത്തെ വാക്യത്തില് ഞാൻ പൊളിച്ചത് ഈ ന്യായപ്രമാണം ഒക്കെ ആയിരുന്നു താൻ ഇതുവരെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. തന്റെ അജ്ഞാനകാലത്ത് താൻ യഹൂദനായിരുന്ന സമയത്ത് വലിയ തീവ്രതയോടെ ക്രിസ്ത്യാനികളെ കൊല്ലാനും പീഡിപ്പിക്കാനും ഒക്കെ ആയിട്ട് അതുപോലെ നടന്നിരുന്ന പൗലോസ് ആ ന്യായപ്രമാണത്തിന്റെ വലിയ കാര്യങ്ങളൊക്കെ ഞാനിതൊക്കെ അങ്ങ് പൊളിച്ചു. അത് വീണ്ടും ഇനി പണിതാൻ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. 18-ാമത്തെ വാക്യം. അത് കഴിഞ്ഞിട്ട് 19-ാമത്തെ വാക്യത്തില് നമ്മളെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 19-ാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അതായത് ന്യായപ്രമാണം ആർക്കും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും പൂർണ്ണമായിട്ട് ന്യായപ്രമാണത്തിന്റെ ആ ഒരു മോഹിക്കരുത്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഒരു ശക്തി കൊണ്ട് ന്യായപ്രമാണം ഒരിക്കലും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ന്യായപ്രമാണത്താൽ അതുകൊണ്ട് കൽപ്പന ലംഘിക്കുന്നവരെല്ലാം മരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായിട്ട് ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചു എന്ന് പറഞ്ഞാല് ഈ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കർത്താവ് ഇങ്ങനെ വലിയ വലിയ കൽപ്പനകളും കാര്യങ്ങളും ഒക്കെ ക്രിസ്ത്യ ജീവിതത്തിൽ പിന്നെ കൽപ്പനകളുണ്ട്. കണ്ണുകൊണ്ട് മോഹിക്കരുത്, പിന്നെ ഹൃദയത്തിൽ പോലും അങ്ങനെയുള്ള അശുദ്ധമായിട്ട് ചിന്തകൾ വരരുത്, ആകുല ചിന്തകൾ വരരുത്, മറ്റുള്ളവരെ വിധിക്കരുത്, നിഗളിക്കരുത്, മനുഷ്യമാനം തേടരുത്, പിന്നെന്താ പരാതി വെറുപ്പുമായിട്ടായിരിക്കരുത്, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം, എപ്പോഴും ഇടതടവില്ലാതെ സ്തോത്രം ചെയ്യണം, എല്ലാത്തിനും നന്ദി പറയണം. ഇത്രയും വലിയ കൽപ്പനകളൊക്കെ എങ്ങനെ പാലിക്കാനാ കർത്താവേ ഞാൻ മരിച്ചു എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. പൗലോസിന് സ്വാഭാവികമായിട്ട് പറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ എന്നൊക്കെ പറഞ്ഞ കർത്താവിന്റെ കൂടെ അത്രയും നാള് ജീവിച്ച് അതുപോലെ പരിചരിച്ച് പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ 3000-ഓളം പേര് വിശ്വാസത്തിലേക്ക് വരുന്നു, സ്നാനപ്പെടുന്നു. പിന്നെ 5000 പേര്. ഇത്രയും വലിയ ദൈവം അത് എടുത്ത് ഉപയോഗിക്കുന്ന വലിയ അപ്പോസ്തലൻ. ആ അപ്പോസ്തലനോടൊക്കെ എതിർത്ത് നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു പൗലോസിന് പറ്റുമോ? ഇല്ല. അതൊരു പറ്റുന്ന കാര്യമല്ല. എന്നുവെച്ചാൽ അതൊരു എന്നെ കൊണ്ട് അങ്ങനെ പറ്റുമോ? പക്ഷേ പൗലോസ് അല്ല അവിടെ ജീവിച്ചത്, മറിച്ച് ആരാ ജീവിച്ചത്? ക്രിസ്തു ജീവിച്ചത്. അതുകൊണ്ടാണ് വളരെ കാർക്കശത്തോട് അവിടെ എഴുന്നേറ്റ് ഇവിടെ വരെ പറഞ്ഞതുപോലെ അതായത് അങ്ങനെ ആരെയും വെറുതെ വിടുന്നൊരു സ്വഭാവമില്ലാതെ ഞാൻ അവിടെ തിരുവനന്തപുരത്ത് അവിടെ മോർണിംഗ് മീറ്റിംഗ്സ്, സപ്പോസ് ഈവനിങ് മീറ്റിംഗ് നമ്മുടെ സഭയിലെ മീറ്റിംഗ്സ് നമ്മുടെ സൗകര്യങ്ങളൊക്കെ വളരെ ഏറ്റവും ഈഗറായിട്ടിരുന്ന നമ്മുടെ യൗവനക്കാരായിരുന്നു. പക്ഷെ മോർണിംഗ് മീറ്റിംഗ്സിൽ 2-3 പെൺകൊച്ചുങ്ങളെ വെറും 6-7 മേ ബി ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് പഠിക്കുന്ന പെൺകൊച്ചുങ്ങൾ ഇരുന്നിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ മാറ്റിയൊക്കെ ഇരുത്തി ഞാൻ പറഞ്ഞു എന്റെ ദിവസം ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ട ഇങ്ങനെ ഇരുന്ന് മീറ്റിംഗിൽ ഇരുന്ന് സംസാരിക്കാനും പേനയിട്ട് തട്ടിക്കളിക്കാനും ഒന്നും ഇവിടെ സമ്മതിക്കത്തില്ല. ദൈവവചനം അതിന് എന്തൊരു ബഹുമാനമുണ്ട്. ശരിയാണ്, നമ്മള് തലേദിവസം ഡ്യൂട്ടി ആയിരുന്നു, എക്സെപ്ഷൻ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതല്ലാതെയുള്ള സമയത്ത് അതൊരു ക്ഷന്തവ്യമായ ഒരു കാര്യമല്ല. ക്ഷന്തവ്യം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമിക്കാൻ പറ്റുന്നതായ കാര്യം. ക്ഷമിക്കാൻ പറ്റുന്നതാണ് ക്ഷന്തവ്യം. അക്ഷന്തവ്യം മീൻസ് ക്ഷമിക്കാൻ പറ്റാത്തത്. കർത്താവ് പൗലോസിന് കൊടുത്ത ആ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പൗലോസ് അല്ല ജീവിച്ചത്, കർത്താവ് അവിടെ വെളിപ്പെട്ടത്. അത് പൗലോസ് പറയുക എന്താ? ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, എന്റെ ഗലാത്യർ 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു. ഞാൻ ന്യായപ്രമാണം എന്ന് വെച്ചാൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് അനുസരിക്കണം നമ്മുടെ സ്വയം പ്രയത്നത്തിൽ ഞാൻ മരിച്ചു എന്ന് പറയുക. നമ്മള് ഇങ്ങനെ മരിച്ചിട്ടുണ്ട് കർത്താവെ. ഞാൻ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ പോരാട്ടങ്ങളിലെ കർത്താവ് ഞാനങ്ങ് മരിച്ചു.
കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല, അവിടുന്ന് സഹായിക്കണം എന്നുള്ളൊരു ഹെൽപ്ലെസ് ആ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് നമ്മൾ വരണം. ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു, ലോകം സംബന്ധമായിട്ട് മരിച്ചു, ഞാൻ ലോകത്തിന്, ലോകം എനിക്കും മരിച്ചിരിക്കുന്നു എന്നൊക്കെ ഇവിടെ നമ്മൾ ആ ഗലാത്യർ 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിലും ഇതേ ഗലാത്യർ 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. എനിക്കൊരു പ്രശംസയേ ഉള്ളൂ എന്ന് വെച്ചാൽ, എനിക്ക് ഒരു പ്രശംസയേ ഉള്ളൂ, ഈ ക്രൂശിലെ പ്രശംസിക്കാനുള്ളൂ. എന്ന് വെച്ചാൽ ക്രൂശിലാണ് എന്റെ കർത്താവ് മരിച്ചത്, ഈ ക്രൂശിലാണ് ഞാനും മരിച്ചത്. അതാ പറയുന്നത്. എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും, ത്രൂ വിച്ച്, ഈ ഒരു അവനാൽ എന്നുള്ളത് ത്രൂ വിച്ച് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ ക്രൂശിലൂടെ, കർത്താവിലൂടെ, കർത്താവിന്റെ ക്രൂശിലൂടെ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുവാണ്. ഒരു ക്രൂശിക്കപ്പെട്ട ഒരാളെ, ക്രൂശിക്കപ്പെട്ട ഒരു കുറ്റവാളി എന്ന് പറഞ്ഞാൽ ലോകത്തിന് ആ കുറ്റവാളിയിൽ പിന്നെ ഒരു പ്രതീക്ഷയില്ല. ഏറ്റവും നിന്ദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ലോകത്തിന് ഐ ഡോണ്ട് ഹാവ് എൻ ഇൻട്രസ്റ്റ് ഇൻ ദ വേൾഡ് എനി ലോങ്ങർ എന്നുള്ളതാണ്. എനിക്ക് ഈ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടതാണ്. ഈ ലോകം ഒരു ക്രൂശിക്കപ്പെട്ടതുപോലെ എനിക്ക് അറപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ ഉന്നതമായത് ദൈവത്തിന് അറപ്പുളവാക്കുന്നു. അത് ലൂക്കോസ് 16:15 നമ്മൾ വായിക്കുന്നത്. അപ്പൊ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ലോകക്കാർക്ക് എന്നെ കാണുമ്പോൾ ഇതെന്തോ പൗലോസ് എന്ന് പറഞ്ഞത് ഇറങ്ങി നടക്കുന്ന ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി യഹൂദന്മാർക്ക് എപ്പോഴുമെങ്കിലും ചൊറിയായിരുന്നു പൗലോസിനെ കാണുന്നത്. ലോകം എനിക്കും, ലോകക്കാരായിട്ടുള്ളവർക്കല്ല പൗലോസിന്റെ വാക്കുകൾ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. എങ്ങനെയെങ്കിലും പൗലോസിനെ കൊന്നാലേ ഇനി ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കുറെ പേര് ഇറങ്ങി തിരിച്ചു കാര്യമൊക്കെ നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ വിശന്നപ്പോൾ അവരുടെ ഭക്ഷണം കഴിച്ചത് വേറെ കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് അതുപോലെ ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അതാ നമ്മൾ ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വെച്ചാല് ലോകത്തിലെ ആൾക്കാർക്ക് നമ്മളുടെ ഇതൊന്നുമില്ല. അവർക്ക് നമ്മുടെ ലൗകികമായിട്ടുള്ള പദവി കൊണ്ടോ അതുകൊണ്ടോ ഒക്കെ അവർ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉപകാരം ഉണ്ടായിരിക്കും. പക്ഷെ ഒരു നമ്മുടെ ക്രിസ്തുവിന്റെ ജീവൻ, ആ കാര്യത്തിൽ അവർക്ക് യാതൊരു താല്പര്യമില്ല. ഈ ഒരു വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ, ക്രിസ്തീയ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് നമ്മൾ അതിനെക്കാട്ടി വലിയ കാര്യമല്ല. അവർ കുറച്ചുകൂടെ പൂമാലയൊക്കെ സ്വീകരിക്കും, കുറച്ചുകൂടെ വലിയ കാര്യങ്ങളൊക്കെ തരും. ഈ വിശ്വാസം ഇതില്ലായിരുന്നെങ്കിൽ ഈ സഹോദരൻ, ഈ ആൾ എത്ര വലിയ നല്ല മനുഷ്യനായിരുന്നു, ഈ ക്രിസ്തീയ വിശ്വാസം ഇത് മാത്രമേ സത്യമുള്ളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആണ് ഈ പുള്ളിക്കാരനെ നമുക്ക് അത്രയ്ക്ക് അങ്ങ് പിടുത്തമില്ലാത്തതെന്ന് ലോകക്കാർ പറയും. അത് ഞാനും ഈ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടത്. അപ്പൊ നമ്മള് ഈ ലോകത്തിനും, ലോകം നമുക്കൊക്കെ ക്രൂശിക്കപ്പെട്ട് നമ്മൾ ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചവരാണോ, ലോക സംബന്ധമായിട്ട് മരിച്ചവരാണോ? എന്നുവെച്ചാല് ലോക സംബന്ധമായിട്ട് മരിച്ചതെന്ന് പറഞ്ഞാൽ ലോകം ഒരു ക്രൂശിക്കപ്പെട്ട ഒരു ലോകത്തിലെ വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ പറയുന്നത്, നമ്മളൊരു അക്രോണിം പറയാണ്, MHP, മണി, ഓണർ, പ്ലഷേഴ്സ്. പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങൾ, വലിയ ആഡംബരം, വലിയ കാര്യങ്ങളൊക്കെ ലോകത്തിലെ വലിയ കാര്യങ്ങളാണ്. ആ പണത്തിന് വേണ്ടി തന്നെ ആൾക്കാർ എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യുന്നു. ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു ദൈവമക്കൾ എന്ന് പറയുന്നവർ പോലും എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിട്ടോ, എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ പണം കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലും പണം ലാഭിക്കാൻ വേണ്ടി തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതുപോലുള്ള പണത്തിന് മീതെ പരുന്തും പറക്കുകയില്ലെന്നോ അങ്ങനെയൊക്കെ ഓരോരുത്തർ ലോകക്കാർ പറയും. പക്ഷെ കർത്താവിന്റെ മക്കള് അതിന്റെ മേലെ കഴുകന്മാരെ പോലെ പറന്നു ഉയരും. അതാ പണം. പിന്നെ മനുഷ്യമാനം, ലോകത്തിലെ വലിയ കാര്യമാണ് മനുഷ്യമാനം. എനിക്ക് എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയുന്നു, അവര് എന്റെ പേരെടുത്ത് പറഞ്ഞു, അവര് എന്നെ പ്രശംസിച്ചു, അവര് എന്നെ കുറിച്ച് ഇന്നത് പറഞ്ഞു, അവര് എന്നെ മാനിച്ചു, എനിക്ക് അവാർഡ് തന്നു, എനിക്ക് പൂമാല തന്നു, ബൊക്കെ തന്നു. ഈ പൂമാല ബൊക്കെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ മുടങ്ങിപ്പോ അവർക്ക് പൊന്നാട തന്നു, അത് തന്നു. ശരിയാണ്. അപ്പം അവര് ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി, ആദരിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യുന്ന നമുക്ക് അവരുടെ ആ ഒരു നല്ല ഹൃദയത്തിൽ നമ്മൾ മാനിക്കുന്നു. പക്ഷെ അതിൽ തന്നെ നമുക്കൊരു മനുഷ്യമാനം. ഇന്ന് ഹൊസാന പറഞ്ഞ ആൾക്കാര് നാളെ ക്രൂശിക്കും. നമ്മളെ പാടുന്ന പോലെ, നാഥനും മുൾമുടി നൽകിയ ലോകമേ നീതരും പേരിനീക്കെന്തിനാ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. കഴിഞ്ഞ ഞങ്ങളത് പാടി. അപ്പൊ നാഥന് മുൾമുടി നൽകിയ ലോകമാണ്. എന്നുവെച്ചാല് കർത്താവ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ച യേശു കർത്താവിന് ഈ ലോകം കൊടുത്ത സമ്മാനം എന്താ? ഒരു മുൾക്കിരീടം.
നാവിന് മുൾമുടിയാണ് നൽകുന്നതാണെങ്കിൽ ഈ ലോകം ഇനിയിപ്പോ എന്തെങ്കിലും വലിയ പേരും പദവിയും പത്രാസും ഒക്കെ തരുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ശരിയാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നെങ്കിൽ ആ പുറത്തിരിക്കുന്ന കർത്താവിനെ അവർ ബഹുമാനിക്കുന്നു, അത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പം കർത്താവ് എഴുന്നേറ്റ് പോയാലും ഇത് കഴുത തന്നെയേ ഉള്ളൂ. കർത്താവ് ഇരിക്കുന്നിടത്തോളം അവർ ബഹുമാനിക്കുന്ന ആ ബഹുമാനമൊക്കെ കർത്താവിനാണ് എന്ന് വിചാരിച്ച് അതാ ഈ ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലോകം ഈ പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, അത് ലൈംഗികതയാവട്ടെ, ഭക്ഷണത്തിന്റെ കാര്യവും ഉറക്കത്തിന്റെ കാര്യവും എല്ലാം ദൈവം വെച്ചിരിക്കുന്ന അതിരുകൾക്ക് വൃത്തുകൾക്ക് വെളിയിലേക്ക് പോകുമ്പോൾ അതൊരു പാപമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ കാര്യത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ന്യായപ്രമാണത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ഗലാത്യർ 2:20 വരുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈഗോ സിസ്റ്റർ ആവോ, ഈഗോ ലാറ്റിനിലും ഗ്രീക്കിലും ഐ എന്നുള്ള പദത്തിന് പറയുന്ന പേരെന്താന്ന് വെച്ചാൽ ഈഗോ. നമ്മള് ചില കുറിച്ച് പലരും പറയുക അവർക്ക് ഭയങ്കര ഈഗോയാ, ഭയങ്കര ഒരു ഞാൻ വിചാരിച്ചോണ്ട് കാര്യങ്ങൾ നടക്കണം, ഭയങ്കര സ്വയം അഹംഭാവം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, അഹം എന്ന ഭാവം, അഹംഭാവം. അപ്പൊ അതൊരു ഈഗോയാ, ഭയങ്കര മുടിഞ്ഞ ഈഗോ എന്നൊക്കെ പറയും. വെച്ചാൽ ആ ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വേൾഡ് ഫോർ ദ വീക്കിന് ഹസ്ബൻഡ്സ് ഫാമിലി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഈഗോ സെൽഫ് ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ത്രോണിലിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ഞാൻ എന്നുള്ള ഒരു ഭാവം ഇന്ന് ഞാൻ ഈഗോ സിസ്റ്ററാവോ മനസ്സിലെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞിരിക്കുക. KJV ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്നാ പറയുന്നത്. അത് നല്ല ട്രാൻസ്ലേഷൻ ആണ്, പക്ഷെ കുറച്ചുകൂടെ കറക്റ്റ് NASB തന്നെ ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരി തന്നെ, പക്ഷെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ക്രൂശിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ശരിയാണ്, നമ്മളുടെ പല പരീക്ഷണങ്ങളും പല പ്രലോഭനങ്ങളും പല പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ തന്നെ ആ ഒരു ക്രൂശിനോട് ചേർത്ത് സ്നേഹചരടുകളാൽ ബന്ധിക്കപ്പെടാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഹോൾ ലൈഫിനോട് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം, കർത്താവേ ഞാൻ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, ലോകത്തിന്റെ ആൾക്കാര് വലിയ കാര്യങ്ങൾ, ഇപ്പം നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടി, കുറവ് കിട്ടി, അതിനൊക്കെ വലിയ കാര്യങ്ങൾ, അതൊക്കെ ശരിയാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളണം. മാർക്ക് കൂടുതൽ കിട്ടിയാൽ കർത്താവിന് സ്തോത്രം, കർത്താവ് അനുവദിച്ചു, കർത്താവിന് ബുദ്ധിയും കഴിവും തന്നു. കാരണം മാർക്ക് കുറവ് കിട്ടും, അതിന് കർത്താവ് അനുവദിച്ചു, കർത്താവിന് സ്തോത്രം. അതിൽ നിന്ന് ഞാനൊരു പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ ഇനി കുറച്ചുകൂടെ അതിൽ നിന്ന് ആ ഒരു ഫെയിലിയർ ഇസ് എ സക്സസ് ഇഫ് യു ലേൺ ഫ്രം ഇറ്റ്. നമ്മള് ആ ഒരു പരാജയം ഒരു വിജയമാവുന്ന എപ്പോഴാ ആ പരാജയത്തിൽ നമ്മളൊരു പാഠം ഉൾക്കൊള്ളുമ്പോൾ, ആ പരാജയപ്പെട്ടപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. എവിടേക്കാണ് നമുക്ക് പാളിച്ച പറ്റി, എവിടേക്കാണ് നമുക്ക് വീഴ്ചകൾ പറ്റി. അപ്പൊ അതിൽ നിന്ന് ഉൾക്കൊണ്ട് നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുന്നു. അതാ ഈ ലോകത്തിന്റെ വലിയ അവരെന്ത് പറയൂ, അവരെന്നെ കളിയാക്കൂ, അല്ലെങ്കിൽ അവരെന്നെ പുകഴ്ത്തി പറയൂ. ഇപ്പൊ ഒരാൾ ഇവിടെ മരിച്ചു കിടക്കുവാന്നിരിക്കട്ടെ, ഇപ്പൊ ഞാൻ തന്നെ, ഞാൻ പെട്ടെന്നങ്ങ് മരിച്ചു, അറം പറ്റുന്നൊക്കെ പറഞ്ഞാൽ ആരും പേടിക്കുന്നു വേണ്ട. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് വേറെ അങ്ങനൊന്നും പറയല്ലേ, അങ്ങനെ പറയാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മള് മരിച്ചാലും കർത്താവിന്റെ ഇടയ്ക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മളിവിടെ മരിച്ചു വീണു. അപ്പം പിന്നെ ഫ്യൂണറൽ സെറമണിയില് വന്ന് എല്ലാവരും കൂടെ വന്നു, അയ്യോ ഇത്രയും നല്ലൊരു സഹോദരൻ ലോകത്തെ കണ്ടിട്ടില്ല, ഇത്രയും നല്ലൊരു സഹോദരനായിരുന്നു, വളരെ സൗമ്യനായിരുന്നു, ശാന്തനായിരുന്നു. ചിലരൊക്കെ കണ്ടു, ഈ സഹോദരനാണ് സൗമ്യൻ, ഞങ്ങളെ എത്ര തവണ ഓർക്കത്തിൽ വിളിച്ച് വളരെ ക്രൂരനായ സഹോദരൻ എന്നൊക്കെ ചിലർ പറയുമെങ്കിൽ, പിന്നെ എന്ന് പറയാം അല്ല എന്നാലും ഭയങ്കര സൗമ്യനായിരുന്നു, ഞങ്ങൾ ഇത്രയും നല്ലൊരു സഹോദരൻ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്ന് പറയുമ്പോൾ ഈ ഡെഡ് ബോഡി ആയിട്ടുള്ള എനിക്ക് എന്തെങ്കിലും അനക്കം വരുമോ? അയ്യോ ആണോ ബ്രദറെ, സന്തോഷം, താങ്ക് യു എന്ന് ഡെഡ് ബോഡി അവിടെ ഞാൻ ഇതാണെങ്കിൽ അവിടെ അവിടെ സ്വർഗത്തിലിരുന്ന് സഹോദരന്മാര് പറയുന്നത് നല്ല കാര്യം, മഹത്വം കർത്താവിന്. അവിടെ ഈ ഡെഡ് ബോഡിക്ക് ഒരു ഭാവവ്യത്യാസം ഉണ്ടാവത്തില്ല. ഇനിയിപ്പോ ആരെങ്കിലും വിരോധികൾ വന്ന്, സുവിശേഷ വിരോധികൾ ആരെങ്കിലും വന്ന്, ഇവനാണ് അങ്ങനെയാണ്, ഇവന് കുടുംബത്തിന് നാണക്കേടായി, ഇവന് ഇതാണ് തറവായിട്ട് മാനക്കേടായി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴും ഞാനത് അയ്യോ അവരെല്ലാം കൂടെ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് കണ്ണീര് പിടിക്കത്തില്ല. ഡെഡ് ബോഡി ഒരു റിയാക്ഷൻ ഇല്ല. അവിടെ സ്വർഗത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പെർസ്പെക്റ്റീവ്, ആ ഒരു ഉന്നതമായിട്ടുള്ള വീക്ഷണമുണ്ട് അവിടെ. അത് ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ, ആ ഒരു പാപത്തിന് മരിക്കുക, ലോകത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ ഐ എം എ ഡെഡ് ബോഡി, ഐ എം എ ഡെഡ് ബോഡി ഇൻ ദിസ് വേൾഡ്. അത് നമ്മള് അത് എന്താണ് പറയുന്നത്, അതൊരു ആജീവനാന്ത പ്രോസസ്സാണ്. ഒരിക്കലായിട്ട് നമ്മളങ്ങ് ഈ മരിച്ചങ്ങ് തീർക്കുമായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. യേശുവിനെ എന്താ അവര്
വാള് വെച്ച് കൊത്തിക്കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുകയാണോ ചെയ്തത്? ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ അതൊരു ഇഞ്ചിഞ്ചായിട്ടുള്ള മരണമാണ്, പെട്ടെന്ന് തന്നെ മരിക്കത്തില്ല എന്ന് പറഞ്ഞത്. അത് നമ്മൾ ക്രൂശ് എടുത്ത് ദിനവും ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് ലൂക്കോസ് 9:23 പറയുമ്പോൾ അവിടെ ഒരു ദിവസേന ഉള്ള ഒരു കാര്യമാണ്, അത് ആജീവനാന്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇന്ന് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിന് നമുക്ക് മരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കർത്താവിനോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നടക്കുമ്പോൾ വേറെയും പല മേഖലകളും, വേറെയും ചില മനോഭാവത്തിലും ചില വർത്തമാനത്തിലും ചില കാര്യങ്ങളിലും ഒക്കെ നമ്മളുടെ സ്വയത്തിന്റെ പല അംശങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കർത്താവ് കാണിച്ചു തരും. അപ്പൊ നമ്മൾ ആ വെളിച്ചത്തിന് വീണ്ടും മരിക്കുന്നു. അപ്പൊ ഇതൊരു അജീവനാന്ത പ്രോസസ്സാണ്. അതൊരു എല്ലാ ദിവസവും നിരന്തരമായിട്ട് നമ്മളിൽ സംഭവിക്കേണ്ട ആ ഒരു ക്രൂശിന്റെ വഴി. നമ്മളത് പലപ്പോഴും നമ്മൾ വലിയ പല കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം യാഥാർത്ഥ്യമായി എന്നുള്ളതിന്റെ തെളിവ് ആ ക്രൂശിന്റെ വഴിയിൽ നമ്മൾ എത്രമാത്രം പോകുന്നു അതിനനുസരിച്ചായിരിക്കും ജീവൻ. യേശുവാണ്, ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മളിവിടെ വായിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ഇതില് യേശുവിന്റെ ജീവനാണ് വെളിപ്പെടുന്നത്. അവിടെ സ്നേഹമുണ്ട്, അവിടെ കാർക്കശ്യമുണ്ട്, അവിടെ ദയവുണ്ട്, മനസ്സലിവുണ്ട്. എന്നാൽ അവിടെ പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെ, അലസതയ്ക്കെതിരെ, അല്ലെങ്കിൽ ശീതോഷ്ണാവസ്ഥയ്ക്കെതിരെയൊക്കെ വലിയൊരു കാർക്കശ്യവും വലിയ തീക്ഷ്ണതയും. ഇന്നലെ ഞങ്ങളുടെ ഫാമിലി പ്രയർ മത്തായിയുടെ സുവിശേഷം എത്തി 21 അധ്യായത്തിൽ കർത്താവ് ചാട്ടവാറെടുത്ത് ദേവാലയത്തിലെ പീഠങ്ങളൊക്കെ മറിച്ചിട്ട് ഇത്ര സൗമ്യനായ യേശു പെട്ടെന്ന് ആള് മാറി. എഴുതുന്നത് പറ്റി? യേശു തന്നെയാണ്, ഇതാണ് യഥാർത്ഥ യേശു. കർത്താവ് അരുതായ്മകളെ കാണുന്ന കർത്താവ് അതുപോലെ ഘോരഘോരം ശബ്ദിച്ചു. അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കർത്താവിനെ പിടിച്ച് ക്രൂശിക്കുമായിരുന്നു. അപ്പൊ കർത്താവ് പരീക്ഷമാരെ കാണുമ്പോൾ, നിങ്ങൾ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, നിങ്ങൾ ഇതുപോലെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവരും കർത്താവിനെ കുറച്ച് പദവികളൊക്കെ കർത്താവിനെ അടുത്ത ഹൈ പ്രീസ്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യാന്നൊക്കെ അവർ റെക്കമെൻഡേഷൻ കൊടുത്തതിനെ. പക്ഷെ കർത്താവ് വെള്ളമടിച്ച് കുഴിമാടങ്ങളെ സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ച് ഉള്ള കാര്യം തുറന്ന് പച്ചയായിട്ടുള്ള കാര്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് അവർ നല്ല മുൾക്കിരീടം കൊടുത്ത് ചാട്ടവറടിയും കൊടുത്ത് അതുകൊണ്ട് നമുക്ക് രക്ഷ ലഭിച്ചു. അപ്പൊ നമുക്ക് ഈ യേശു പോയ, നമ്മളെ പാട്ട് പാടുന്നത് ആണ് പ്രിയൻ പോയതാം പാതേ മതി അല്ലേ, ആ ഒരു യേശുവിൻ പക്ഷമായി തീർന്നതിനാലുള്ള ആ പാട്ട് നമ്മൾ പോലെ കർത്താവ് പോയ ഒരു പാതയുണ്ട്, ആ ഒരു ക്രൂസിന്റെ പാത. കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിച്ച ആ ഒരു പാത, ആ ഒരു വഴി, അതിനെക്കുറിച്ച് നമുക്കൊരു വെളിപ്പാടുണ്ടോ? കർത്താവ് ലോകത്തിന് നേരെ വിപരീതമായിട്ട് ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ കുതിരപ്പുറത്ത് വന്ന് തങ്ങളുടെ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് ജെറുസലേമിലേക്ക് അവിടുന്ന് രാജാവായിട്ട് വാഴാനായിട്ട് എന്ന വണ്ണം കർത്താവ് ആത്യന്തികമായിട്ട് അവിടെ എത്തുമ്പോൾ ഒരു കഴുതപ്പുറത്ത് കർത്താവ് കയറി ചെല്ലുന്ന കാര്യം നമ്മളവിടെ മത്തായി 21 സുവിശേഷങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലോകത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ലോകക്കാരെന്ത് പറയുന്നു? ലോകക്കാരുടെ ഈ മണി ഓണ പ്ലഷേഴ്സ്, ആ ഓണ മനുഷ്യമാന് അവരെന്ത് പറയും? പലപ്പോഴും നമുക്ക് മനസ്സിൽ നിരാശയും ദുഃഖവും കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ കാരണം എന്താ? ആ ഒരു മനുഷ്യമാന, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും ദുഃഖവും നിരാശയൊക്കെ ആയിത്തീരുന്നത്. അത് നമ്മൾ പറയുന്നൊരു കാര്യം എന്താ? മണി ഓണ പ്ലഷേഴ്സ്, അല്ലെങ്കിൽ മണി ഓണ പ്ലഷേഴ്സ്, കൺമോഹം, ജനമോഹം. ഞാൻ ഇടയ്ക്ക് ശബ്ദം കൂട്ടുമ്പോൾ എന്തായാലും പേടിക്കണ്ട. ചിലരെ കാണുമ്പോൾ പെട്ടെന്ന് ശബ്ദം കൂട്ടിയാൽ അവർ പെട്ടെന്ന് ഉണരാൻ വേണ്ടിയാണ്. ഉറങ്ങിയിരിക്കുന്നവരെ നിന്റെ സ്വരം കേൾപ്പിക്കാൻ നമ്മുടെ മാനസമോദക മാധുര്യ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. നിൻ സ്വരം കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വരം ഒന്ന് കൂട്ടുമ്പോൾ, ഈ വോളി ഒന്ന് കൂട്ടി വെക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അതിൽ കുറച്ച് സഹായകമായിരിക്കും. ഇപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ട് വിളിച്ചുണർത്താതെ സ്വരം കൂട്ടുന്നതിന് വേണ്ടി ഇടയ്ക്ക് കൂട്ടുന്നത്. ഇപ്പൊ ബാക്കിയുള്ള ഞെട്ടേണ്ടവര് ഞെട്ടിക്കോളും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ മണി ഓണ പ്ലേഷേഴ്സ്, മണി എന്ന് പറയുമ്പോൾ കൺമോഹം, ഓണ് ജീവനത്തിന്റെ പ്രതാപം, പ്ലഷേഴ്സ് ജഡിക സുഖങ്ങള്. 1 യോഹന്നാൻ 2:16 നമ്മളെപ്പോഴും പറയാറുള്ള വാക്യം. പക്ഷെ അതേ കാര്യം തന്നെ കർത്താവ് ലൂക്കോസ് 8:15 നമുക്ക് ഇവിടെ ഗ്രാത്തറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് 14-ാമത്തെ വാക്യം, ലൂക്കോസ് 8:14 അവിടെ വിതയ്ക്കുന്നവരുടെ ഉപമയെ നമ്മൾ വായിക്കുന്നത്. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും, ചിന്തകൾ എന്ന് പറയുമ്പം നമ്മളാരും ചിന്തിക്കേണ്ട എന്നുള്ളതല്ല, ആകുല ചിന്തകളാലും എന്ന് വേണം അവിടെ ശരിക്കും അത് ചെയ്യാൻ വേണ്ടി, ഇത് ചെയ്യാൻ വേണ്ടി, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. അത് ആകുല ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരെത്രയും. അപ്പം ഫലം അതിന്റെ മെച്ചൂരിറ്റിയിലേക്ക് എത്തുന്നില്ല.
അതാ ബ്രിങ് നോ ഫ്രൂട്ട് ടു മെച്യൂരിറ്റി. ഇങ്ങനെ ഉണ്ണിമാങ്ങ അത് കണ്ണിമാങ്ങ ഒക്കെ കാണും, അല്ലെങ്കിൽ വെള്ളക്കയും ഒക്കെ കാണും. കുറെ കഴിയുമ്പോൾ തേങ്ങയും കാണത്തില്ല, മാങ്ങയും കാണത്തില്ല. ചില എന്താ മാമ്പൂ കണ്ട് മക്കളെ കൊണ്ട് കൊതിക്കലെന്ന് പറഞ്ഞാൽ, മാമ്പൂ കണ്ടപ്പോ ഇന്ന് എല്ലാം കൊല കൊലയായിട്ട് മാങ്ങ വരുമെന്ന് പറഞ്ഞ് കൊതിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ മാമ്പൂ എല്ലാം കൂടെ പൊഴിഞ്ഞു പോയി എന്ന് പറയുന്നത് പോലെ ഇവിടെ നോ ഫ്രൂട്ട് മെച്യൂരിറ്റി. പൂവൊക്കെ ഇട്ടു, കായൊക്കെ കണ്ടു, അപ്പോഴത്തേക്കും എല്ലാം ആയി എന്ന് വിചാരിച്ച് നല്ല ക്രിസ്ത്യാനി വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ആളെ കാണുന്നില്ല. എന്താ മുള്ളുകൾ വന്നെങ്കിൽ ഞെരുക്കി കളഞ്ഞു. ആ മുള്ളുകള് 3 ടൈപ്സ് ഓഫ് മുള്ളുകൾ, 3 ടൈപ്സ് ഓഫ് തോൺസ്, എന്തൊക്കെയാ? മണിയാണ് പ്ലഷേഴ്സ് തന്നെ കർത്താവ് ഇവിടെ പറയുന്നത്. പക്ഷെ അത് അവിടുന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. അവിടെ ഓണറിന് പകരം കർത്താവ് പറഞ്ഞു മണി എന്നുള്ളതിനുള്ളതിന് ധനത്താല്. ക്ലിയർ. അത് കൺമോഹം, കണ്ണോട് കാണുന്നതെല്ലാം വേണം, അത് വേണം, ഇത് വേണം, ആ ഫാഷൻ, ഈ ഫാഷൻ, ഇത് അതാ ധനം, മണി. പിന്നെ പ്ലഷേഴ്സ്, അത് ജഡമോഹം, സംസാര ഭോഗങ്ങളാലും പ്ലഷേഴ്സ്. പക്ഷെ ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നതിന് പകരം കർത്താവ് എന്താ? പ്രൈഡ് ഓഫ് ലൈഫിന് പകരം കർത്താവ് പറയുന്നത് എന്താ? വറീസ്. ഈ മുള്ളിന്റെ വേറൊരു വകഭേദം കർത്താവ് പറഞ്ഞേ. ഈ മുള്ളിന് പല ഫാസറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത് പോലെ, പല ഫാസറ്റ്സ്, പല മുഖങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ മുള്ള് എന്താ? പ്രൈഡ് ഓഫ് ലൈഫ്, അമ്പടഞാനി എന്ന് പറയുന്ന എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ആക്രോശിക്കുന്നു, കോപം, ദേഷ്യം, ബഹളം, റിബല്യൻ, മത്സരം. അത് നമ്മുടെ സ്വയത്തിന്റെ ഒരു തലമാണെങ്കിൽ, സ്വയത്തിന്റെ വേറൊരു തലമാണ് ഇന്റേണലൈസിങ് ഡിസോർഡേഴ്സ്. ഞങ്ങളുടെ സൈക്യാട്രിയില്ല എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ്, ഇന്റേണലൈസിങ് ഡിസോർഡേഴ്സ്. ഇന്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷനൊക്കെ ഇന്റേണലൈസിങ് ഡിസോർഡേഴ്സ് ആണ്. ഡിപ്രഷൻ എന്ന് വെച്ചാൽ നമുക്കങ്ങ് അതും അവിടെ സ്വയം തന്നെ അയ്യോ പാവം ഞാനങ്ങ് നിരാശപ്പെട്ട് ഒരു സ്വയ സഹതാപത്തിന് അയ്യോ എനിക്കിങ്ങനെ പറ്റിയല്ലോ, അയ്യോ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ, എനിക്ക് വയ്യായി എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ സ്വയത്തോടുള്ള സ്നേഹമാണ്. ഞാൻ ഒരു വറീസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിരാശയും ആകുല ചിന്തകളും അതെല്ലാം കൂടെ വരുന്നത്. ഇന്റേണലൈസിങ് ഡിപ്രഷനും ആങ്സൈറ്റിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അത് കാരണം തന്നെ ചിലപ്പം ചിലർക്ക് ഈ സ്ട്രെസ് ഇന്റേണലൈസ് ചെയ്യുമ്പോൾ ശരീരത്തിന് അവിടെ ഇവിടെ എല്ലാം വേദന, എല്ലാ സ്കാനും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം അല്ലെ മിക്ക ദിവസങ്ങളിലെ അങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ട്. എന്നുവെച്ചാൽ എല്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം നോർമലാണ് ഡോക്ടറെ, പക്ഷേ അവര് എന്നോടൊക്കെ ഫിസിഷ്യൻ പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ പോയി കാണാം. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, എനിക്ക് എന്താ വട്ടുണ്ടോ, സൈക്കാട്രിസ്റ്റിനെ പോയി കാണാം. എന്താ ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം നോർമലാ, ഇനിയിപ്പോ ഇത് സ്ട്രെസ് കൊണ്ട് വരുന്നതാ. എനിക്ക് സ്ട്രെസ് ഒന്നും ഇല്ല, അതാണ് ഇതാണ്. അതിന്റെ പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ വന്ന് കാണുന്നവരുണ്ട്. സമറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് അവർക്ക് ആ ഒരു മനസ്സിലുള്ള ആകുല ചിന്തകളും കാര്യങ്ങളും എല്ലാം കൂടെ കൂടുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരുന്നു. പിന്നെന്താ ചിലപ്പോൾ സ്കിന്നില് ചില പ്രോബ്ലംസ് വരുന്നു, ചിലപ്പോൾ അൾസർ, വയറ്റിലുള്ള അൾസർ കൂടുന്നു, മൈഗ്രെയിൻ തലവേദന, ഭയങ്കര തലവേദന വരുന്നു, മുട്ടുവേദന, കരുവേദന, എല്ലാം ഇതിന്റെ ലക്ഷണങ്ങളെല്ലാം സ്ട്രെസ് കൊണ്ടാണെന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരെ ആരും കണ്ടറിയാൻ വേണ്ടിയല്ല. പക്ഷെ സ്ട്രെസ് ഇതിന്റെയൊക്കെ വലിയൊരു ഫാക്ടറാണ്. മീൻസ് നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു ഡിപ്രഷൻ കാര്യങ്ങളെല്ലാം കൂടെ ഇന്റേണലൈസിങ് ഡിസോർഡേഴ്സ്, അയ്യോ പാവം ഞാനേ എന്നുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള പിശാചിന്റെ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, നിരാശപ്പെടുന്ന ചിന്തകൾ ആരിൽ നിന്നാണ്? നമ്മള് കഴിഞ്ഞ ബുധനാഴ്ച നിങ്ങൾ കേട്ടായിരുന്നല്ലോ അല്ലെ? ആ ഒരു സാക്വറിന്റെ ആ ഒരു വേറെ ഒരു സ്വപ്നത്തിൽ കണ്ട ആ ഒരു കാര്യമൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്ത കൊണ്ടുവരുന്നത് പിശാചിൽ നിന്നാണെന്നുള്ള ഒരു വെളിപ്പാട്. അത് എനിക്കും ഒരു വലിയൊരു വെളിപ്പാടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ. അപ്പൊ ആ ഒരു കാര്യം വന്ന് ഞാനത് പറഞ്ഞു. ആ ഒരു നെഗറ്റീവായിട്ടുള്ള, നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ തളർത്തി കളയുന്ന, നമുക്ക് വല്ലാതൊരു ഒരു അപകർഷതാബോധവും അതൊക്കെ ഉള്ളത് പിശാചിൽ നിന്ന് വരുന്ന ചിന്തകൾ. പിശാച് ഈ ലോക വ്യവസ്ഥയിലൂടെ നമ്മുടെ ജഡത്തിലൂടെ നിന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ചിന്തകളാണ്. അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ലോ, അയ്യോ എനിക്ക് എല്ലാവരുടെ മുമ്പ് വെച്ച് പ്രാർത്ഥിക്കുന്ന എങ്ങനെ, എല്ലാവരുടെ മുമ്പ് വെച്ച് എന്തെങ്കിലും പറയുന്ന എങ്ങനെ, അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതെല്ലാം അത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നമ്മളെ തളർത്തിക്കളയുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അത് പിശാചിൽ നിന്ന് വരുന്ന, അത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിചയം വെച്ച് അത് തടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല് എന്താ, ഈ 3 തരത്തിലുള്ള മുള്ളുകൾ, മണി, ഓണർ, പ്ലഷേഴ്സ്, നമ്മളെ ഈ ലോകത്തിൽ നമ്മൾ മരിച്ചിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ 3 കാറ്റഗറി വരുന്ന കാര്യങ്ങളാണ് എല്ലാം ഉള്ളത്. അപ്പൊ ആ ഇന്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഡിപ്രഷനും സൊമറ്റോഫോം എന്ന് പറഞ്ഞാൽ ഈ ശാരീരിക കാരണമില്ലാതെ ശരീരത്തിലുള്ള പല ഏക്സ് ആൻഡ് പെയിൻസ്, ചിലപ്പോൾ നമുക്ക് ചിലരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ആ വിദ്വേഷം എല്ലാം കൂടെ കൊണ്ടിരുന്ന് ആ വിദ്വേഷം പെട്ടെന്നൊരു കാലുവേദനയായിട്ട് മാറും.
എന്താ മുട്ടുവേദനയായിട്ട് മാറും, ചിലപ്പോൾ വയറ്റിൽ അൾസറായിട്ട് മാറും. വല്ല കാര്യം ഉണ്ടെങ്കിൽ ക്ഷമിച്ചായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അത്രയും പൈസയെങ്കിലും ലാഭിക്കാമായിരുന്നു. ഇപ്പൊ എല്ലാ മുട്ടുവേദന വരുന്നവർക്കും നടുവേദനയുള്ളവർക്കും എല്ലാം ക്ഷമിക്കാത്തതുകൊണ്ടെന്ന് പറഞ്ഞുകളയല്ലേ. പറഞ്ഞാൽ വൺ ഓഫ് ദ റീസൺസ് സ്കിൻ ഡിസീസോ അങ്ങനെ ആസ്മ, എക്സിമ, മൈഗ്രെയിൻ, ആർത്രൈറ്റിസ്, അൾസർ അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും ഒക്കെ സ്ട്രെസ് വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് ആകാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്റർണലൈസിങ് ഡിസോർഡേഴ്സിന് എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് കുറച്ചുകൂടെ കണ്ടാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ ദേഷ്യം വരുന്നു, കോപം വരുന്നു, ചിലപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ മിക്സർ ആയിരിക്കും. അപ്പം അതാ കർത്താവ് ഓണ എന്നുള്ള വാക്ക് അവിടെ മനുഷ്യമാനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ കർത്താവ് അവിടെ ആകുല ചിന്തകൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അതായത് മണി, ഓണ, പ്ലഷേഴ്സ് അതേ ട്രയഡ് തന്നെ കർത്താവ് പറയുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് ആ ഒരു നമ്മൾ ആ ട്രയഡ് വചനത്തിൽ ഉടനീളം കാണുന്ന കാര്യമൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതലേ ഉണ്ട്. ഉൽപ്പത്തിയിൽ ഹവാമ്മച്ചി, നമ്മുടെ അമ്മച്ചി ഹവാമ്മച്ചി അവിടെ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തെ കണ്ടപ്പോ എന്താ പറഞ്ഞേ, എന്താ അവൾക്ക് തോന്നിയെന്നുള്ള കാര്യം പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളതിന്റെ വലിയൊരു തെളിവ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വചനത്തിൽ ഉടനീളം ഉള്ള കാര്യങ്ങൾ. അതാ മോശ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഉൽപ്പത്തി പുസ്തകത്തിലും ഈ ട്രയാഡ് ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം നമ്മുടെ ഈ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു നമ്മളെ ജീവിക്കണം, ആ ഒരു കാര്യം പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ലോകത്തിന് ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ മണി, ഓണ, പ്ലഷേഴ്സിന് നമ്മൾ മരിക്കുക. അത് പണത്തിനായിട്ട്, മനുഷ്യമാനത്തിനാവട്ടെ, ജഡിക സുഖങ്ങൾക്കാവട്ടെ. ഹവാമ്മച്ചി അങ്ങനെ അത് സമർപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് ആദാമപ്പച്ചനും പഴം കൊടുത്ത് പാപത്ത് വീണ് എല്ലാം കുട്ടിച്ചവരായത്. എന്താ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം, ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും, അത് ഇറ്റ് വാസ് ഗുഡ് ഫോർ ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ജഡിക സുഖം. പിന്നെന്താ? കാണുവാൻ ഭംഗിയുള്ളത്, നല്ല ചോചവാളുള്ളൊരു ആപ്പിൾ ബൈബിൾ പറയുന്നില്ല, എന്നാലും നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ട്. അത് ആഡംസ് ആപ്പിൾ എന്നൊക്കെ ലാരിങ്സിന് പേരിട്ടിരിക്കുന്നത്. അത് ആപ്പിളൊന്നും അല്ല കേട്ടോ, അത് ആൾക്കാർ അങ്ങനെ പേരിട്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കാണുവാൻ ഭംഗിയുള്ളത്, അതാ ലസ്റ്റ് ഓഫ് ദ ഐസ്. കാണുന്ന കാണുമ്പോ അത് വേണം, ഇത് കാണുമ്പോ ഇത് വേണം. അയൽവക്കത്ത് അതുണ്ട്, മറ്റേ ബ്രദറിന് ഇതുണ്ട്, അല്ലെങ്കിൽ മറ്റേ വീട്ടിൽ ആ സാരി ഉണ്ട്, ഈ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഈ ബ്രാൻഡ് ഉണ്ട്, ആ കാറാണ്, അതാണ് ഈ ലാപ്ടോപ്പ്, ആ മോഡൽ മൊബൈൽ ഫോൺ, ഐഫോൺ തന്നെ വേണം. വേറെ ഫോൺ ഉണ്ടായാൽ പറ്റത്തില്ല, ഐഫോൺ തന്നെ വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതെല്ലാം എന്താ? കൺമോഹം. ആ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യത്തിൽ കാണുവാൻ ഭംഗിയുണ്ട്, എനിക്കും ഐഫോൺ ഉണ്ടെന്ന്, എനിക്ക് ഐഫോൺ ഉണ്ടെന്ന് കാണിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനം വരുന്നത്. പക്ഷെ കാണുന്നതെല്ലാം വേണം എന്നുള്ള ആ ഒരു ആക്രാന്തം, അതാ കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും. അതാ പ്രൈഡ് ഓഫ് ലൈഫ്. ഞാൻ വലിയ ജ്ഞാനിയാവും, എനിക്ക് ദൈവത്തെ പോലെ ആയിത്തീരാനൊക്കും, അതാ ഏബിൾ ടു മേക്ക് വൺ വൈസ്. അതാ കൺമോഹം, ജഡമോഹം ജീവിതത്തിന്റെ പ്രതാപം. നമ്മൾ 1 യോഹന്നാൻ 2:16 കാണുന്ന കാര്യം ഇവിടെ എന്താ? ഉൽപ്പത്തി 3-ന്റെ 6-ാമത്തെ ഭാഗത്തിൽ കാണുന്ന കൺമോഹം, കാണുവാൻ നല്ലതും, കാണുവാൻ ഭംഗിയുള്ളത് കൺമോഹം, തിന്നുവാൻ നല്ലതെന്ന് പറയുമ്പോൾ ജഡമോഹം, ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം എന്ന് പറയുമ്പോൾ അവിടെ പ്രൈഡ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ പ്രതാപം. അതേ കാര്യങ്ങൾ തന്നെയല്ലേ 2 തിമോത്തിയോസിലെ പൗലോസ് പറയുന്നേ. പൗലോസ് അവിടെ 2 തിമോത്തിയോസ് അവസാന കാലത്ത് നമ്മൾ ഇതിനെല്ലാം മരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു വരുന്നേ. ഈ ഒരു നമ്മളായിട്ട് എന്തെങ്കിലും ഒരു സ്വയപ്രയത്നത്തിൽ നമ്മളെ ഇനിയിപ്പോ ഈശ്വരനെ പോലെ കുറച്ചുകൂടി നല്ല ക്രിസ്ത്യാനായിട്ട് അങ്ങ് ജീവിക്കാം എന്നുള്ളൊരു നമ്മളുടെ ഒരു സ്വയപ്രയത്നമല്ല, മറിച്ച് നമ്മളുടെ ഒരു സറണ്ടർ, നമ്മളുടെ ഒരു സമർപ്പണമാണ് വേണ്ടേ. എന്നാൽ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ സറണ്ടർ ചെയ്യണ്ടേ? ഇതാ നമ്മള് 2 തിമോത്തിയോസ് എന്ന് പറയുമ്പോൾ പൗലോസിന് എത്രാമത്തെ ലേഖനമോ? അവസാനത്തെ ലേഖനം, ലാസ്റ്റ് ലെറ്റർ പോൾ റോട്ട് ഇൻ പ്രിസൺ, കാരാഗൃഹത്തിൽ വെച്ച് അവൻ എഴുതിയ അവസാനത്തെ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തില് അവിടെ അവസാന കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ദുർഘട സമയങ്ങൾ, വലിയ പ്രയാസമുള്ള സമയങ്ങൾ വരും. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു 3 സ്നേഹിതന്മാർ അല്ലെങ്കിൽ കാമുകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ലവേഴ്സ്. ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ കാമുകന്മാരെയും തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അവിടെ ഈ ക്യാമ്പസുകളിൽ അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ദൗർഭാഗ്യവശായാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു ലോകത്ത് നമ്മൾ ഇരിക്കുന്നത്. എല്ലാവർക്കും പേരുണ്ട്, നിനക്ക് മാത്രമില്ലേ, നീ എന്താണല്ലേ, പെണ്ണല്ലേ എന്ന് ചോദിച്ച് കളിയാക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കേണ്ടത്. അപ്പൊ ഇവിടെ 3 സ്നേഹികള്, 3 കാമുകന്മാരെ കുറിച്ച് പറയുക. ഫോർ മെൻ വിൽ ബി ലവേഴ്സ് ഓഫ് സെൽഫ്, സ്വസ്നേഹികൾ. അതാ പ്രൈഡ് ഓഫ് ലൈഫ്, സെൽഫ്. ലവേഴ്സ് ഓഫ് മണി, ദ്രവ്യാഗ്രഹികൾ, പണം, ലസ്റ്റ് ഓഫ് ദ ഐസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ 4-ാമത്തെ വാക്യത്തില് ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ്, ഭോഗപ്രിയരായി. 4-ാമത്തെ വാക്യത്തിന് അവസാനം ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി എന്നുള്ളത്. അപ്പൊ ലവേഴ്സ് ഓഫ് പ്ലഷർ. അപ്പൊ ഈ 3 ലവേഴ്സും ഉണ്ട്. എന്നാൽ
പ്രിയർ ആകണമെന്ന് നമ്മളോട് അവിടെ പറയുന്നത്. 4-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ലവേഴ്സ് ഓഫ് പ്ലഷർ rather than ലവേഴ്സ് ഓഫ് ഗോഡ്. ദൈവപ്രിയം ഇല്ലാതെ ഭോഗപ്രിയരായി. അപ്പം സ്വസ്നേഹികള്, ദ്രവ്യാഗ്രഹികള്, ഭോഗപ്രിയര്, ലവേഴ്സ് ഓഫ് സെൽഫ്, മണി, പ്ലഷേഴ്സ്. സെൽഫ് എന്നുള്ള ഓണർ, മണി, ഓണർ, പ്ലഷേഴ്സ് എന്ന ഓപ്പോസിറ്റ് സൈഡിൽ ദൈവപ്രിയം ഇല്ലാത്തവരായി. എബ്രാഹിം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തില് ഈ ട്രയാഡ് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇതിനെല്ലാം മരിക്കാൻ വേണ്ടി ആണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാലേ യേശുവിന് എന്നിൽ ജീവിക്കാൻ ഒക്കുള്ളൂ. അത് നമ്മൾ പറഞ്ഞു വരുന്നത്. എബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിലെ മോശ, പഴയ നിയമത്തിലെ മോശക്കാരനായിരുന്നു. അല്ല, മോശയും അന്ന് മോശയ്ക്ക് ഇത്ര വലിയ നമുക്ക് ഇന്ന പോലെയുള്ള പുതിയ നിയമത്തിലെ വചനത്തിലെ വെളിപ്പാടൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും മോശ വളർന്നു വന്നപ്പോ എന്താ 11-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യം, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പം പാപത്തിന്റെ തൽക്കാല ഭോഗം, പ്ലഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഭോഗങ്ങൾ, തൽക്കാല ഭോഗം. പിന്നെന്താ 25-ാമത്തെ വാക്യം, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും. അവിടെ ഒരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. ഞാൻ രാജകൊട്ടാരത്തില് ഫറവോന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തുവാ, തിരുവായ്ക്ക് എതിർവായില്ല, അത്രയും വലിയ പൊസിഷന്. പക്ഷെ എന്നെ ഫറവോന്റെ പുത്രിയുടെ മകളൊന്നും നിങ്ങൾ വിളിക്കണ്ട, എനിക്ക് വേണ്ട, റവറന്റ്, മോസ്റ്റ് റവറന്റ്, റവ എന്ന് പറഞ്ഞ് കുറെ റവ ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കുക, നീ എഴുതി വെച്ചിട്ട് എന്തോ കാര്യം, നീ റവറന്റ് ബാക്കി ടൈറ്റിലും ഒന്നും വേണ്ട എന്ന് പറയുന്ന ക്രിസ്ത്യ ലോകത്തൊരു ടൈറ്റിലും വേണ്ട. ആശുപത്രി ഇരിക്കുമ്പോൾ അവര് പേഷ്യൻസിനിടയിൽ ഡോക്ടറിനെ വിളിക്കുന്ന അതിനെ ലോകത്തിലെ ഇങ്ങനെ ജോലി ചെയ്യുന്നവരുടെ ബന്ധത്തിലുള്ള കാര്യം. പക്ഷെ ക്രിസ്തീയ ലോകത്തുള്ള ടൈറ്റിലും കാര്യങ്ങളൊന്നും വേണ്ട, അതാ റവയും കാര്യങ്ങളൊന്നും വേണ്ട. ചിലര് യുവാന്ന് എഴുതുന്നത് ഇവ എന്നുള്ള പെങ്കൊച്ചിന്റെ പേരായിരുന്നു. പക്ഷെ ഇവ എഴുതിയിട്ടില്ല. അപ്പൊ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആയിരുന്നു ഓരോ ടൈറ്റിലും കാര്യങ്ങളും. നമുക്ക് കർത്താവിലുള്ള ടൈറ്റിൽ എന്താ, വേലക്കാരൻ, സെർവന്റ്, പിന്നെ സഹോദരൻ, ബ്രദർ. ഈ 2 ടൈറ്റിലെ കർത്താവ് മത്തായി 23-ൽ തന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ലോകത്തിന്റെ കാര്യങ്ങള്. നമ്മളെ ചിലര് എന്താ ഫാദർ, മോസ്റ്റ് റവറന്റ് ഹോളി ഫാദർ എന്നൊക്കെ പറഞ്ഞ ടൈറ്റിൽ എഴുതുന്നത്. ചില അത് മാത്രമല്ല പാസ്റ്റർ. ഇപ്പൊ ഞാൻ ആരും ചില പാസ്റ്റർ വിളിക്കത്തില്ല, ഞാൻ എല്ലാവരും സാറെന്ന് വിളിച്ചവരെ എല്ലാം നിരുത്സാഹപ്പെടുത്തും. അവരെ ഞാൻ റെഫർ ചെയ്യുന്നത് എന്റെ പാസ്റ്റർ ആയിട്ടുള്ള സാറെന്ന് കഴിയുന്നിടത്തോളം. അങ്ങനെ ചില പാസ്റ്റർ എന്നുള്ള വാക്കിനർത്ഥം എന്താ, ഷെപ്പേർഡ് എന്ന ഇടയൻ. അപ്പൊ അത് ഞാൻ അവരെ എന്റെ ഇടയനായിട്ട് കാണുന്നില്ല. ഇപ്പൊ ഇടയനായിട്ട് കാണുന്ന സഹോദരങ്ങൾ പോലും അങ്ങനൊരു ടൈറ്റില് അല്ല, നമ്മൾ അങ്ങനെ ഒരു സ്ഥാനപ്പേരായിട്ടല്ല, മറിച്ച് അതൊരു ഫംഗ്ഷൻ, ഓഫീസ്, അതൊരു എന്താണ് പറയുക, അതൊരു ഫംഗ്ഷനായിട്ട്, അതൊരു പ്രവൃത്തിയായിട്ട്, ശുശ്രൂഷയായിട്ടാണ് നമ്മൾ എഫേസ്യർ 4:11 വായിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പം അതാ എന്താ അതായത് 25-ാമത്തെ വാക്യം, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ, ഫറവോന്റെ പുത്രിയുടെ മകൻ വരുന്നു. മോശ പറയും, പ്ലീസ് എന്നെ അങ്ങനെ വിളിക്കുന്നു, മോശെന്ന് വിളിച്ചാൽ ഞാനൊരു യഹൂദ ബാലകനാണ്, ഞാനൊരു യഹൂദ പയ്യനാണ്, എന്റെ ഐഡന്റിറ്റി അതാ, എന്നെ നിങ്ങൾ അങ്ങനെയൊന്നും വിളിക്കേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുകയും. പിന്നെന്താ 26-ാമത്തെ വാക്യം, മിസ്രയീമിലെ നിക്ഷേപങ്ങളേക്കുള്ള. അപ്പൊ അത് 24-ാമത്തെ വാക്യത്തിൽ പാപത്തിന് തൽക്കാല ഭോഗം, പ്ലഷേഴ്സ്. 25-ാമത്തെ വാക്യം ഈ സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്ന മണി, പ്രൈഡ് ഓഫ് ലൈഫ്. 25-ാമത്തെ വാക്യം. 26-ാം ഇംഗ്ലീഷിലെ കുറച്ച് തിരിഞ്ഞ് വാക്യങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മലയാളത്തില് 26-ാമത്തെ വാക്യത്തിൽ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നുണ്ടെങ്കിൽ മണി. അവിടെ മിസ്രൈമില് വലിയ നിക്ഷേപങ്ങള്, ഒത്തിരി സ്വർണ്ണാഭരണങ്ങളും വലിയ സ്വത്തുക്കൾ കാര്യങ്ങളും ഒക്കെ ലാവിഷായിട്ട് ചെലവഴിച്ച് കൂട്ടുകാരോടൊത്ത് ധൂർത്തടിച്ച് ചില്ലാവാൻ വേണ്ടി, അല്ലെ, കൂളാവാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞത്, ചങ്ക് ബ്രോ ആവാൻ വേണ്ടി, അതുപോലെ എല്ലാവരുടെ കൂടെ ഒന്ന് കുടിച്ച് കൂത്താടിയൊക്കെ എന്ത് വേണമെങ്കിലും, എന്ത് തോന്നിവാസം വേണമെങ്കിലും ചെയ്താൽ ആരും ചോദിക്കാനില്ല. അപ്പം അങ്ങനെ വേണമെങ്കിൽ മിസ്രൈമിലെ നിക്ഷേപങ്ങളൊക്കെ ഉപയോഗിച്ച് വലിയ ആളായിട്ട് വലിയ രഥത്തിലൊക്കെ കയറി ഇറങ്ങി നടന്ന് ഞെളിഞ്ഞ് വലിയ ഷോ കാണിക്കുകയായിരുന്നു. വലിയ ബൈക്കിലൊക്കെ ഇങ്ങനെ 120 സ്പീഡിൽ ഓടിച്ച് നേരെ നരകത്തിലേക്ക് പോകുന്ന ദൗർഭാഗ്യവശാൽ അങ്ങനെയുള്ള ഒത്തിരി ചെറുപ്പക്കാര് നമ്മുടെ ചുറ്റും ഉണ്ടായി പോകുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ബൈക്ക് വേണം, എനിക്ക് ഇന്ന ഡ്യൂക്ക് ബൈക്ക് വേണം, ഏതാണ്ട് കൂടിയ ബൈക്ക് വേണം, സാധാ ബൈക്കൊന്നും പോരാ, എനിക്ക് ഇന്ന ബൈക്ക് വേണം, ഇന്ന ഷൂസ് വേണം, പിന്നെ അത് വേണം, ഇത് വേണം. അതൊക്കെ മോശയ്ക്ക് അതെല്ലാം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ മോശക്കാരനല്ല എന്ന് നമ്മൾ കണ്ടേ. എത്ര വലിയ ഒരു നിലപാടുള്ള അദ്ദേഹത്തെ
അത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് പോലും കർത്താവിന് പിന്നെ 40 വർഷം നുറുക്കട്ടെ വന്നു മോശം അതുപോലെ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി. അത്രയും ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത ഒരു ചെറുപ്പക്കാരനാണ് മോശ എന്നുള്ളതാണ്. അപ്പൊ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന അന്ന് ക്രിസ്തു എന്ന് അറിയത്തില്ല, അഭിഷിക്തനായ ഒരു മെസ്സിഹ അവന് ക്രിസ്തുവിനെ വിശ്വാസത്താൽ മുന്നേ കണ്ട് ആ ഒരു ദൈവത്തിന് വേണ്ടിയുള്ള ഒരു നിന്ന സഹിക്കുന്ന, ക്രിസ്തുവിന് നിന്ന വലിയ ധനം. അതായത് ബാക്കിയുള്ളവരെ യേശുവിനെ പിൻപറ്റുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് ഞങ്ങളെ ഒരുപാട് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു. അതില് ഒരു കുടുംബത്തിലുള്ള ബന്ധുക്കളെ അവര് വന്നില്ല. അവര് മനഃപൂർവ്വം കുറച്ചൊക്കെ അടുത്തൊക്കെ ഉള്ളവരായതുകൊണ്ടും ഒക്കെ അടുത്തുള്ളവരായിട്ടും സിനിമയ്ക്ക് പോയി വിളിച്ചിട്ട് ഞങ്ങളും പോയി വിളിച്ചിട്ട് അവര് വന്നില്ല. എന്താ വെച്ചാല് അവർക്ക് ഇത്രയൊക്കെ ആയിട്ടും അവര് നാളെ അവര് മാറും. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാല് അവർക്ക് ഇപ്പോഴും അങ്ങ് ഭയങ്കര അതില് ചില ആൾക്കാര് എന്നെ കണ്ട അവർക്ക് ഡിമെൻഷ്യ വന്നു പോയോ എന്ന് തോന്നും. അവര് മോഹൻ തരാതെ പോകുന്നത് ചില ഇത്രയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളവരുണ്ടോ എന്നുള്ളത് നമുക്കൊരു അത്ഭുതം തോന്നുന്നു. വെച്ചാൽ ബാക്കി അതുപോലെ അവിടുത്തെ നമുക്ക് പക്ഷെ അവരോട് വല്ലാതെ സഹതാപം തോന്നും. അപ്പൊ അവർക്ക് ആ ഒരു വിശ്വാസത്തിൽ പോയതിന്റെ കുടുംബത്തിന് പോയത് എന്റെ ആ ഒരു ദേഷ്യം രാഷ്ട്രീയം ബാക്കിയുള്ള ഭയങ്കര വലിയ തറവാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പേഷ്യന്റായിട്ട് തന്നെ ദൈവം കൊണ്ടുവന്ന് ഉടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ആൾക്കാരുടെയും ചില ബന്ധുക്കളൊക്കെ എൻ്റെ അടുത്ത് പേഷ്യന്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു കർത്താവിനോട് നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ചില നിന്നയുണ്ട്. പലരും നമ്മളോട് ആദ്യം എതിർക്കുന്നവരൊക്കെ പിന്നീട് ദൈവം അവര് ശത്രുക്കളെ ദൈവം മേശു ഒരുക്കും. പക്ഷെ എന്നാലും ഇപ്പോഴും അതുപോലൊക്കെയുള്ള ആ ഒരു ഫൂൾസ് ഫോർ ക്രൈസ്റ്റ് സേക്ക് FFCS ഡിഗ്രിയുടെ കാര്യമൊക്കെ ബുധനാഴ്ചയും പറഞ്ഞതുപോലെ ആ ഒരു ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും നമ്മള് കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ചിലർക്ക് ഒരു കണ്ണുകടിയായിരിക്കും, ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അത് ക്രിസ്തുവിന് നിന്ന ഈ ലോകത്തിന്റെ ധനത്തെക്കാളിലും അതായത് മണി, ഓണർ, പ്ലഷേഴ്സ്. അപ്പൊ ആ മിസ്രൈമിലെ നിക്ഷേപങ്ങൾ മണി, പിന്നെന്താ പാപത്തിന് തൽക്കാല ഭോഗങ്ങൾ ഓണേഴ്സ്, പാപത്തിന് തൽക്കാല ഭോഗം പ്ലഷേഴ്സ്, പിന്നെ ഫറവോന്റെ പുത്രി എന്നുള്ള ഒരു വെളുപ്പേര് ആ ഓണർ, അതെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിനായിട്ട് അദൃശ്യനായവനെ കണ്ടതുപോലെ 27ാമത്തെ വാക്യം, വിശ്വാസത്തിൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. അദൃശ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കാണാൻ പറ്റാത്തത്, എന്നാൽ അദൃശ്യ ദൈവത്തെ കാണാൻ വിശ്വാസ കണ്ണുകളാല് ബാക്കിയുള്ളവർക്ക് നഗ്നനേത്രങ്ങളാല് വെളിപ്പെടാത്ത നിങ്ങള് എന്താ ഇത്ര സന്തോഷത്തോട്ടിരിക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ യേശു ഉണ്ട്, അപ്പൊ എവിടെ യേശു കാണുന്നില്ലല്ലോ ഞങ്ങള്, അത് എന്റെ കൂടെ കർത്താവുണ്ട്. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ നമ്മള് എവിടെ ആയിരുന്നാലും, നമ്മള് പാടത്തായാലും പറമ്പത്തായാലും ജോലിയിലായാലും കടയിലായാലും എവിടെയൊക്കെ ആണെങ്കിലും നമ്മള് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുന്ന ആ ഒരു ഇൻവിസിബിൾ ഗോഡ്, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. വിശ്വാസത്തിൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോയി എന്നുള്ളൊരു കാര്യമൊക്കെ പരിശുദ്ധാത്മാവിടെ എഴുതുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാം. അപ്പൊ ആ ഒരു മണി, ഓണർ, പ്ലഷേഴ്സ് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ കർത്താവ് പറയുമ്പോൾ ഈ ഓണറിന് പകരം കർത്താവ് വറീസ് എന്നാ പറയുന്നത്. അതാണ് നമുക്ക് പലപ്പോഴും അപകർഷതാബോധവും ഈ ഒരു വറീസ് ചിന്തകളും ഒക്കെ നമ്മളുടെ ആ ഒരു സ്വയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. എന്നാൽ അതിനോടൊക്കെ ഒരു ക്രൂശിക്കപ്പെടുന്ന ഒരു അനുഭവം. ഞാനോ ക്രിസ്തുവിനോട് നമ്മൾ തിരിച്ചു കലാത്ത 2ാം അധ്യായത്തിലേക്ക് വരാം. ഇനി കർത്താവേ, ഞാൻ ഈ പണത്തിനായിട്ട്, മനുഷ്യമാനത്തിനായിട്ട്, ജടിക സുഖങ്ങൾക്കായിട്ട് അറിഞ്ഞുമറിയാതെയൊക്കെ ഇത്രയും കാലം ജീവിച്ചല്ലോ കർത്താവേ. എന്നാ കർത്താവേ, ഇനി ഞാൻ എന്നത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് പരിഷ്കരിച്ച് ഒന്ന് പൗഡർ ഇട്ട് ഒന്ന് മിനുക്കി ഒന്ന് ഈ കല്ലായുള്ള ഹൃദയത്തെ കുറച്ചൊന്ന് പെയിന്റ് അടിച്ച് പോളിഷ് ചെയ്ത് ഒരു മിനുസമാക്കാനല്ലോ, മറിച്ച് കർത്താവ് ഈ കല്ലായുള്ള ഹൃദയത്തെ അവിടെ നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണ ഒരു മാംസമായുള്ള ഹൃദയത്തെ അവിടെ നിന്ന് തരണം. അത് നമ്മളുടെ വീണ്ടും ജനനത്തിന് ദൈവം അത് ചെയ്തു. നമ്മളുടെ പഴയ ആത്മാവിനെ, പഴയ മനുഷ്യാത്മാവിനെ ദൈവം അങ്ങ് മാറ്റി പുതിയൊരു മനുഷ്യാത്മാവിനെ നമുക്ക് തന്നു. പുതിയ ഹൃദയം എന്ന് പറയുന്നതിന് പുതിയ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതായിട്ടൊക്കെ നമ്മൾ എഹെസ്കേൽ 36 25, 26, 27 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ ഹൃദയം നൽകിയതിനു ശേഷവും പിന്നെയും ഈ ഹൃദയത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ആ ജഡത്തെ ക്രൂശിലേക്ക് ഏൽപ്പിക്കാതെ, ജഡത്തെ ചീന്താതെ നമ്മളുടെ ദേഹിയിലുള്ള യുക്തിയും നമ്മളുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എങ്ങനെങ്കിലുമൊക്കെ ഒരു വലിയ ഒരു സംസ്കാരത്തോടെ ഒരു സിവിലൈസ്ഡ് ആയിട്ട്, കൾച്ചേർഡ് ആയിട്ട്, റിഫൈൻഡ് ആയിട്ട് അങ്ങനെയുള്ള ഒരു മോഡിഫൈഡ് ലൈഫ് അതല്ല, മറിച്ച് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ക്രൂശിക്കപ്പെടണം. എന്നിലുള്ള ഒരു ഞാൻ, ഈഗോ, സെൽഫ്, അത് ക്രൂശിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്ന ക്രൂശാകുന്ന അൾത്താരയിലേക്ക് കർത്താവെ ആ ഒരു സമർപ്പണത്തിലേക്ക് ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു.
അതൊരു ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പാസീവ് വോയിസിൽ പറയുന്നത് ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് എന്നെ ക്രൂശിക്കുവാനായിട്ട് ഞാൻ എന്നെ തന്നെ ആ ഒരു ക്രൂശിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ഈ ലോകത്തിന് ഞാൻ മരിച്ചു, പണത്തിന് ഞാൻ മരിച്ചു, മനുഷ്യമാനത്തിന് ഞാൻ മരിക്കുന്നു, കർത്താവേ ഈ ജഡിക സുഖങ്ങൾക്ക് ഞാൻ മരിക്കുന്നു, എല്ലാത്തിനും ഞാൻ ഒരു മരിച്ചതിനെ പോലെ ആ ഒരു ഡെഡ് ബോഡി ആയിട്ട് നമ്മളിവിടെ കിടക്കുവാണെങ്കിൽ ലോകത്ത് ഇനി എന്തെല്ലാം ഭയങ്കര പെട്ടെന്ന് ഡെഡ് ബോഡി ആയിട്ട് കിടക്കുക. ബ്രദറിന്റെ ഒരു 10 കോടിയുടെ ലോട്ടറി അടിച്ചു, അപ്പത്തേക്ക് ചാടി ഹലോ അല്ലെങ്കിൽ നമ്മൾ പറയും ഡെഡ് ബോഡി ആയിട്ട് കിടക്കുക. അവിടെ ആ വ്യത്യാസമൊന്നുമില്ല. എന്താ അതാ പണം. ഇനിയിപ്പോ പണത്തിന്റെ കാര്യത്തില് പിന്നെന്താ, അല്ലെങ്കിൽ ഒരു പുതിയ വീട് ദാനമായിട്ട് കിട്ടി, അല്ലെങ്കിൽ പുതിയൊരു കാർ, മെർസിഡീസ് ബെൻസ് കാറോ, അല്ലെങ്കിൽ ഓഡിയോ. ഇഡി എന്ന് പറഞ്ഞാൽ മറ്റേ ആളെ പിടിക്കുന്ന സാധനമാണ്. ഓടി കാർ കിട്ടി, അല്ലെങ്കിൽ മറ്റേ അത് ഇവിടെ ലോട്ടറി ബമ്പർ അടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഡെഡ് ബോഡിക്ക് എന്തെങ്കിലും ഭാവ വ്യത്യാസമുണ്ട്. ഈ പണം അതിന്റെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ മരിച്ചിരിക്കുന്നു. പിന്നെന്താ ജടിക സുഖങ്ങൾ, ആ ഒരു ലൈംഗികമായിട്ടുള്ള കാര്യങ്ങള്, പിന്നെന്താ ഉറക്കവും ഭക്ഷണവും ഒക്കെ ദൈവം വെച്ചിരിക്കുന്ന വ്രതത്തിന് പുറമെ, അതായത് ഇപ്പം അനാരോഗ്യകരമായ ഭക്ഷണങ്ങള്, അതുപോലെ ജങ്ക് ഫുഡ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അതൊന്ന് ഒരു നമ്മളെ എപ്പോഴെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടി എന്തെങ്കിലും രുചിക്കുന്നതിന്റെ കാര്യമില്ല. പക്ഷെ അത് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് ആക്രാന്തത്തോടെ ആ ഒരു ക്രേവിംഗ് ഫോർ അൺഹെൽത്തി ഫുഡ്സ്, നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കാതെ നമ്മള് ഭക്ഷണം, അമിത ഭക്ഷണം. പിന്നെ ചിലപ്പം ചിലതിന് വേറെ എക്സ്ട്രീം ആയിരിക്കും, അവര് വേണ്ടത് ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, എന്താ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതൊന്നും കഴിക്കാതെ ശരീരത്തെ അതുപോലെ ടേക്ക് കെയർ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെയുള്ള ആ ഭക്ഷണത്തിന്റെ കാര്യത്തില്, ഉറക്കത്തിന്റെ കാര്യത്തില് ദൈവം വെച്ചിരിക്കുന്ന ഒരു റെസ്റ്റ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാതെ ജോലി ചെയ്യേണ്ട സമയത്തോ വചനം കേൾക്കേണ്ട സമയത്തോ ഒക്കെ നമ്മൾ ഇരുന്ന് ഉറങ്ങുന്നത്, അങ്ങനെയൊക്കെയുള്ള അലസമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവേ ഞാൻ ഇതിനെല്ലാം, കർത്താവേ എന്നെ കൊണ്ട് തന്നെ ഇത് പറ്റുന്നില്ല, കുറച്ച് കർത്താവ് ഇതിനെല്ലാം ഞാൻ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ ഞാൻ ഒരു മനുഷ്യനെ പോലെ കർത്താവിന് മുമ്പാകെ വീഴുക. കർത്താവിന്റെ ജീവിതം നമ്മളിൽ വെളിപ്പെടാനുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. എന്താ, അവിടെ പത്മോസ് ദ്വീപില് യേശുവിന്റെ മഹത്വം കണ്ട് യോഹന്നാൻ അതുവരെ അത്രയും വർഷങ്ങള് കർത്താവിനോട് കൂടി, ആ 3.5 വർഷക്കാലം കർത്താവിനോട് കൂടി ആക്ഷേപമായിട്ട് മാറിൽ ചാരി, പിന്നീടുള്ള അത്രയും വർഷങ്ങള് തനിക്ക് 95ഓളം വയസ്സായപ്പോ, പിന്നെ ഒരു 65ഓളം വർഷം ആത്മീയമായിട്ട് കർത്താവിനോട് മാർബിച്ചാരി നടന്ന യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിന്റെ ആ തേജസ് അതുവരെ കണ്ടിട്ടില്ലാത്തതിൽ അധികമായിട്ടുള്ള വലിയ ദൈവത്തിന്റെ തേജസ് കാണുമ്പോ എന്താ യോഹന്നാൻ അവിടെ കാൽക്കൽ വീഴുന്ന ഒരു കാര്യം. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടല്ലോ അല്ലെ. യോഹന്നാൻ അവിടെ പത്മോസ് ദ്വീപില് യേശുവിന്റെ കാൽക്കൽ വീഴുന്നു മരിച്ചവനായിട്ട്. നമുക്ക് ആ വാക്യം അറിയാവോ? നമ്മള് വെളിപാട് പുസ്തകം പഠിച്ച് 22-ാം അധ്യായം എത്തി. 1-ാം അധ്യായത്തിലെ കാര്യം നമ്മൾ മറന്നുപോയോ? 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് Revelation 1:17, when I saw him I fell at his feet like a dead man. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അതാ ഒരു യഥാർത്ഥ ദൈവത്തിന്റെ തേജസ് കാണുമ്പോൾ കർത്താവേയും അവിടുത്തെ വചനത്തിന്റെ സ്റ്റാൻഡേർഡ്സ്, അവിടുത്തെ വലിയ തേജസ്. യേശുവിന്റെ ജീവൻ എനിക്ക് വെളിപ്പെടണോ, യേശു എന്നിൽ ജീവിക്കണോ? കർത്താവേ അത് അസാധ്യം, ഞാൻ എന്നെ കൊണ്ട് ഒന്നും സാധ്യമല്ല കർത്താവേ, മനുഷ്യനായാലും ഇത് അസാധ്യം, ദൈവത്താൽ സാധ്യം എന്ന് പറഞ്ഞ് നമ്മളെ മരിച്ചവനെ പോലെ അങ്ങ് വീഴുക. കർത്താവിന് മുമ്പാകെ എന്റെ സാഷ്ടാംഗം, ഓൾ പോസ്റ്റേറ്റ് ബിഫോർ ദി ലോർഡ്. മരിച്ചവനെ പോലെ ഞാൻ അവന്റെ കാലത്തിൽ വീണു. അത് വീണപ്പം അതോടെ കഥ അവസാനിച്ചോ? ഇല്ല. എന്താ, അവന് വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കുവാൻ ഇരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അവിടെ എന്താ, മരിച്ചവനായിട്ട് വീണു എന്ന അവിടെ കർത്താവ് ആ മരണത്തോടെ കാര്യങ്ങൾ തീരുന്നില്ല. അവിടെ ഒരു പുനരുത്ഥാനമുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ തേജസ് കണ്ട കർത്താവേ, അവിടുത്തെ കർത്താവ് അവിടുന്ന് എന്ത് ജീവിക്കണം കർത്താവേ, എന്നെ കൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്രിസ്തീയ ജീവിതം. കർത്താവെ, അവിടുത്തെ വചനങ്ങൾ അനുസരിക്കുക എന്നുള്ളത്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് കർത്താവെ, എന്നെ കൊണ്ട് ഈ പണവും മനുഷ്യമാനവും ജടിക സുഖങ്ങളും ഒക്കെ കർത്താവ്, ഇറ്റ് ഇസ് ടു ടെംപ്റ്റിംഗ്, ഇത് വളരെ ആകർഷണമുള്ള കാര്യങ്ങളാണ്.
പക്ഷേ കർത്താവെ ഇതിനെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരു മനുഷ്യനെ പോലെ കർത്താവിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീഴുകയാണെങ്കിൽ അവിടെ ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് താഴെ വീഴുക എന്ന് പറഞ്ഞാൽ എന്താ, പൊടിയോളം നമ്മെ തന്നെ താഴ്ത്തുക. പുട്ടിങ് ഓഫ് ഫേസ് ഇൻ ദ ടെസ്റ്റ്. മോശയൊക്കെ പല എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ, പല മത്സരങ്ങളൊക്കെ വന്നപ്പോൾ മോശ തന്റെ മുഖം പൊടിയോളം താഴ്ത്തി ദൈവമുഖം അന്വേഷിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ അവർക്ക് ആ ഒരു തലത്തിലുള്ള വെളിച്ചമില്ലാതെങ്കിൽ അത് ദൈവത്തിൽ പറഞ്ഞ മോശ തന്റെ സ്ഥാനമാനങ്ങൾക്ക്, തന്റെ എല്ലാ പദവിക്കും എല്ലാം മരിച്ച് ദൈവമുമ്പാകെ കവിഞ്ഞു വീണു. അതാ ആ മനുഷ്യനെ പോലെ നമുക്ക് പല സന്തോഷം ഉണ്ടാകുമ്പോഴും ദുഃഖം ഉണ്ടാകുമ്പോഴും ഏതവസ്ഥയിലാണെങ്കിലും സേഫസ്റ്റ് പ്ലേസ്, സേഫസ്റ്റ് പൊസിഷൻ, നമ്മൾ കസേരയിൽ ഇരിക്കുവാണെങ്കിലും നടക്കുവാണെങ്കിലും ഓടുവാണെങ്കിലും ഒക്കെ വീഴാം. മറിഞ്ഞടിച്ച് നമ്മൾ കമിഴ്ന്ന് കിടക്കുവാണെങ്കിൽ വീഴാൻ പറ്റൂ. നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ ഇരിക്കുവാണെങ്കിലും നിൽക്കുവാണെങ്കിലും നടക്കുവാണെങ്കിലും ഓടുവാണെങ്കിലും ഒക്കെ വീഴും. പക്ഷെ ദൈവമുമ്പാകെ ഒരു പൂജ്യമായിട്ട്, സീറോ ആയിട്ട്, ഇനിയിപ്പോ ദൈവം നമ്മൾ എത്ര അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അനുഗ്രഹിച്ചെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് തലപൊക്കി അമ്പടെ ഞാന് ഇനിയിപ്പോ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ അയ്യോ പാവം ഞാന്, എനിക്ക് അവന് 2 കൊടുക്കണം, എനിക്ക് അവരോട് 2 വർത്താനം പറയണം എന്ന് പറഞ്ഞ് തലപൊക്കണോ? എന്താ അവിടെ കർത്താവ് കാര്യങ്ങൾ പ്രതികാരം കർത്താവിനുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രതികാരം കർത്താവിനുള്ളത് റോമർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവ് അവിടുന്ന് ക്ഷമിക്കണം. കർത്താവ് ഞാൻ ക്ഷമിക്കുന്നു, അവിടുന്ന് അവരോട് ക്ഷമിക്കണം, അവർ ചെയ്യുന്നത് എന്താന്ന് അവർക്ക് അറിയത്തില്ല, ഞാനങ്ങ് മരിക്കുന്നു, ഞാനിവിടെ കമിഴ്ന്ന് കർത്താവെ സാഷ്ടാംഗ അവിടുത്തെ മുമ്പാകെയായിരിക്കും എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കും. അവിടുത്തെ വലങ്കരം നമ്മുടെ മേൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ ആണിപ്പഴുതുള്ള ആ വലങ്കരം നമ്മുടെ മേൽ വെച്ച് നമ്മളെ കർത്താവ് പുനരുദ്ധാന ശക്തിയോടെ എഴുന്നേൽപ്പിക്കും. കർത്താവ് അവിടുന്ന് നിത്യനാണെന്നുള്ള കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇതുവരെ ഉള്ളത് പാസ്റ്റ് ഇറ്റേണൽ, ഇപ്പോൾ ഉള്ളവനും ഇനി വരാനിരിക്കുന്നവനുമായിട്ടുള്ള ആ വലിയ ശക്തനായ, അതിശക്തനായ, സർവശക്തനായ കർത്താവാണ്, ദൈവമാണെന്നുള്ള കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മളുടെ വായുടെ കർത്താവിന്റെ വചനങ്ങളിൽ തരും. അതാ ഇതൊക്കെ നീ എഴുതണം, ഇതൊക്കെ നീ പ്രവചിക്കണം എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കും. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ശുശ്രൂഷ ആയിരിക്കത്തില്ല. 5 പേരുണ്ടെങ്കിൽ 5 ഫംഗ്ഷൻസ്, 5 തരത്തിലുള്ള ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് പല വ്യത്യസ്തമായ ഫംഗ്ഷൻസ്. നമുക്ക് ദൈവം കർത്താവിന്റെ ശരീരത്തിലെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ദൗത്യങ്ങൾ, ചിലപ്പോൾ സഭയിലുള്ള ചെറിയ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് കർത്താവിന്റെ സാക്ഷിയാകാൻ, നമ്മുടെ നാട്ടിലെ കർത്താവിന്റെ സാക്ഷിയാകാൻ, ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ കർത്താവിന്റെ സാക്ഷിയാകുവാന്, നമ്മുടെ ജോലി സ്ഥലത്ത്, ആ ഒരു വിശ്വസ്തയുടെ പഠന സ്ഥലത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ കർത്താവിന്റെ ഒരു സാക്ഷിയാകുന്ന ഒരു കാര്യം. അപ്പൊ അവിടെ നമുക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ഒരു ശുശ്രൂഷയുണ്ട്. അവിടെ എവിടെയൊക്കെയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ കൊച്ചു ലോകത്ത് കർത്താവിന്റെ സാക്ഷിയായിട്ട് അവിടെ നീ ഈ കാര്യങ്ങൾ, ഈ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാതെ 19ാമത്തെ വായിക്കുന്നത് വലകയത്തിലിരിക്കുന്ന ആ ഒരു നിലവിളക്ക് സഭയുടെ മർമ്മത്തെ കുറിച്ചും ഒക്കെ നീ സംസാരിക്കുക, നീ എഴുതിയിട്ട് അവിടെ അവർക്ക് മറ്റവർക്ക് വായിക്കാനായി, സഭകളിലൊക്കെ വായിക്കാനായിട്ട് എഴുതി കൊടുക്കുക എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നേ. എനിക്ക് പാതാളത്തിന്റെയും മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ വെളിപാട് 1-ന്റെ 18ാമത്തെ നമ്മൾ വായിച്ച അത്രയും എല്ലാത്തിന്റെയും കൺട്രോളിലുള്ള പല കാര്യങ്ങളൊക്കെ ഒന്നും ഒരു ലക്ക് ലഗാനും ഇല്ലാതെ ഒന്നിനും എങ്ങോട്ട് അനന്തം അജ്ഞാത അവർണ്ണനീയം, ഈ ലോകവും ഈ ഭൂലോകവും ഇറങ്ങുന്ന മാർഗം എന്നൊക്കെ പറഞ്ഞാല് പല നാരങ്ങാണ്ട് പണ്ട് കവി എഴുതിയിട്ടുണ്ട്. അത്രപോലെ എന്തോ എങ്ങോട്ടാ പോകുന്നത്, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ, യുദ്ധം എന്ന് തീരും, ഇന്ന് പറയുന്നു നാളെ സമാധാന കരാർ എന്ന് പറയും, അതിനു മുമ്പ് തന്നെ മിസൈൽ ഇവിടെ വന്ന് പതിക്കും, അതിനു മുമ്പ് തന്നെ വേറെ പല കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെയൊക്കെയുള്ള ഇത് വല്ലാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. സ്വർണം മേലോട്ട് പോകും, താഴോട്ട് വരും, പിന്നെ ഓഹരി വിപണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടുന്നെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു ലോകത്ത് ഇനിയിപ്പം AI വരുന്നു, ഏതാണ്ട് ഭൂതം വരുന്നൊക്കെ AI വരുന്നു, ജോലി എല്ലാവരുടെയും പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എന്താ, മരണത്തിന്റെയും പാതാളത്തിന്റെയും ഒക്കെ താക്കോൽ എന്റെ പക്കലുണ്ട്. ഇനിയിപ്പം കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പം വേറെ ഏത് ഓണയാ വരുന്നേ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പക്ഷെ എന്താ, അവിടെ കർത്താവ് ഞാൻ ഈ ലോകത്തിന് മരിച്ചിരിക്കുന്നു, അവിടുന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് അവിടുന്ന് എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ദൗത്യമുണ്ട്, അത് പൂർത്തീകരിച്ച് കർത്താവ് അവിടുത്തെ സന്നിധിയിലേക്ക് വരണം. ഇനി ഞാനല്ല ജീവിക്കുന്നത്, നമുക്ക് ഗലാത്യർ 2 വരാം. അവിടെ എന്താ പൗലോസ് പറഞ്ഞു തീർത്തുന്നേ, ഗലാത്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാനോ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു മനോഭാവം എപ്പോഴും നിരന്തരമായിട്ട് ദൈവമുമ്പാകെ ആ ഒരു ക്രൂശിക്കപ്പെട്ട ഒരു മനോഭാവം. കർത്താവ് ഈ ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടതാണ്, ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടതാണ്. കർത്താവ് ഒരു ലിവിംഗ് ബൈബിൾ പാരഫ്രേസിലാണ് ഗലാത്യർ 6:14 "The world has lost its interest in me and I have lost all interest in the world" എന്ന്
പറയുന്നത്. ആ ക്രൂശിക്കപ്പെട്ട ഒരു അവസ്ഥ നമ്മൾ ആ ഗലാത്യർ 6:14 വായിക്കുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗലാത്യർ 2:20 വരുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു, ഞാനല്ല, ഞാൻ നിഷ്കാസിതനായി, ഡീത്രോൺ. കർത്താവേ, ഞാൻ എപ്പോഴും നമ്മൾ ദൈവഭാഗം ഒരു 0 ആയിട്ടായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പുനരുദ്ധാന ശക്തി, യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ്, യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ നിറവ് എപ്പോഴേ വരികയുള്ളൂ. നമ്മളുടെ സ്വന്തം ഇഷ്ടം സമർപ്പിക്കുന്നിടത്ത് മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറയത്തുള്ളൂ. ആ ഒരു സറണ്ടർ ഓഫ് സെൽഫിൽ ഇല്ലാതെ വരുന്ന സോക്കോൾഡ് ആത്മാവിനെ അതൊക്കെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഫീലിങ്സോ വഞ്ചനയോ ഒക്കെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് നമ്മളിലുള്ള ആ ഒരു സ്വന്തം ഇഷ്ടം, ഞാൻ ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെയുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് ഷോക്ക് കിട്ടി, എനിക്ക് തരിതിരിപ്പ് തോന്നി, പിരിവിരിപ്പ് തോന്നി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭാഷകൾ വന്നെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉള്ള ഓരോ ചാട്ടവും തുള്ളവും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ഒരു ഇമോഷണൽ ജിമിക്സ്, വൈകാരികമായിട്ടുള്ള ഒരു ഇളക്കപ്പെരിപ്പ് എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ കർത്താവിന് സമ്പൂർണ്ണമായിട്ട് നമ്മൾ തന്നെ ജീവനുള്ള യാഗമായിട്ട്, അങ്ങ് പ്രത്യേകമായിട്ട് നമ്മൾ ഹനനയാഗമായിട്ട് റോമർ 12:1 നമ്മൾ വായിക്കുന്ന പോലെ അതുപോലെ നമ്മളെ സമർപ്പിച്ച് ദൈവത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ശക്തി, സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും പരോപകാരവും ഇന്ദ്രജയവും സൗമ്യതയും വിശ്വാസവും വിശ്വസതയൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആ ജീവൻ, കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ സ്വഭാവം വന്ന് നിറയുന്ന അതാ ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു 0 പോയിന്റിൽ ദൈവാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മളുടെ ചിന്തകൾ അധികമായിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരും. നമ്മൾ പറയുന്ന വാക്കുകൾ അവിടെ കർത്താവ് സംസാരിച്ചതുപോലെ സംസാരിക്കും. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലെങ്കിലും പ്രസവത്തിലെ പെർഫെക്ഷൻ പരിശുദ്ധാത്മാവ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ വാക്കുകളിലുള്ള എന്തെങ്കിലും ഒരു ജഡികമായിട്ടുള്ള കാര്യങ്ങളോ ജഡികമായിട്ടുള്ള ഒരു കാർക്കസ്യോ അല്ലെങ്കിൽ ജഡികമായിട്ടുള്ള ഒരു മനുഷ്യനെ പ്രസാദപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും. അപ്പൊ അതൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞ് സ്തുതികരിച്ച് അങ്ങനെ കർത്താവ് സംസാരിച്ചതുപോലെ സംസാരിക്കാനും കർത്താവ് ചെയ്തതുപോലെ ചെയ്യുവാനും ഒക്കെ നമ്മളുടെ യേശുവിന്റെ ജീവൻ വെളിപ്പെടാൻ തുടങ്ങും. അതായത് യേശുവിനിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്. അതാ എന്റെ തൊട്ടടുത്ത് പൗലോസ് അതേ വാക്യത്തിൽ തന്നെ എന്താ പറയുന്നത്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത്. ഇപ്പം യേശു അത്ര ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പേര് താങ്കളെ ജഡത്തിൽ ജീവിക്കുന്നു പറയുന്നത് പൗലോസ്, ഇതൊരു ഇരട്ടത്താപ്പ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, യേശുവിനിൽ ജീവിക്കുന്നു, യേശുവിനിൽ വെളിപ്പെടുന്നു. എന്നാൽ ഈ ജഡത്തില്, ഈ ശരീരത്തില് ഞാൻ തന്നെ ജീവിക്കുന്നു. എനിക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്. ഐ ലിവ് ദ ലൈഫ് വിച്ച് ഐ ലിവ് ഇൻ ദ ഫ്ലഷ്. ഞാനത് ആ ചോയ്സ് എങ്ങനെ എക്സസൈസ് ചെയ്യുന്നു, എനിക്ക് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. എന്നെ സ്നേഹിച്ച്, ഈ ലോകത്തെ മൊത്തം സ്നേഹിച്ച് എന്ന് പറഞ്ഞാൽ സത്യം തന്നെ. പക്ഷെ പൗലോസ് എങ്ങനെ പറഞ്ഞു, എന്നെ സ്നേഹിച്ച്, അസ് ഇഫ് ദേർ ഇസ് നോ അദർ സിന്നർ ഇൻ ദ ഹോൾ വേൾഡ്, ഈ ലോകത്ത് വേറൊരു പാപിയില്ലായിരുന്നു, കർത്താവ് എന്നെ സ്നേഹിച്ച്, അവൻ എന്നെ സ്നേഹിച്ചു ക്രൂശിൽ മരിപ്പാൻ സ്വർഗം വിട്ടിറങ്ങിയല്ലോ. കർത്താവ് എന്നെ സ്നേഹിച്ച് ക്രൂശിൽ മരിക്കാനായിട്ട് സ്വർഗം വിട്ടിറങ്ങിയ ഒരു കർത്താവ്. അതാ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. ഞാൻ ആ ഒരു കർത്താവിലുള്ള ആ ഒരു ആശ്രയം, വിശ്വാസം, ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസില് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൈവപുത്രനുണ്ട്. ആ യേശുവിലുള്ള ആ ഒരു വിശ്വാസത്താൽ എനിക്ക് എല്ലാ സമയത്തും ഒരു ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ എന്റെ ജഡത്തിനനുസരിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. ഈ ദൈവപുത്രനായിട്ട് എന്നെ സ്നേഹിച്ച ജീവിതം എന്ന കർത്താവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കാം. അപ്പൊ അവിടെ ഞാൻ ഈ ജീവിതം എങ്ങനെ ജീവിക്കുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഈ കർത്താവിലുള്ള ഒരു ആശ്രയത്തിലാണ് ജീവിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തികളിലൊക്കെ അവിടെ കർത്താവിനുള്ള ഒരു ആശ്രയബോധമുണ്ട്. കർത്താവെ അവിടെ തന്നെ വഴി നടത്തണം. കർത്താവെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ച ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ കർത്താവെ അവിടെ തിരുന്ന പോലെ ആവട്ടെ, അങ്ങനെ ആശ്രയിക്കുന്നു, അവിടെ നടത്തുന്ന പോലെ അവിടുന്ന് മാത്രം വെളിപ്പെടണം. ഞാനും അങ്ങ് ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞാല് നമ്മള് ജീവിക്കുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷെ എങ്കിലും കൂടെ എന്നെ ദൈവം ഓർപ്പിക്കാറുണ്ട് കാര്യം പറഞ്ഞാൽ, ഞാൻ അങ്ങ് മരിച്ച് അങ്ങ് കല്ലറയിലാന്നിരിക്കട്ടെ, ആ ഒരു യേശുവാണ് എന്നെ ജീവിക്കുന്നതെങ്കിൽ കർത്താവെ അതുപോലെ തന്നെ ജീവിക്കുവാനും, ബാക്കി ലോകത്തിലെ ആൾക്കാരെ നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ടുള്ള പണവോ മനുഷ്യമാനോ ജലീസുകളോ ആ കാര്യങ്ങൾക്കൊക്കെ മരിച്ചവരായിട്ട് ഇപ്പം നമ്മൾ ഡെഡ് ആൻഡ് ഗോൺ ആണെന്നിരിക്കട്ടെ, നമുക്ക് പിന്നെ ഈ ലോകത്തിനോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കും, അതുപോലെ കർത്താവെ അതുപോലെ ജീവിക്കണം. ഞാൻ ഈ ജഡത്തിൽ, ഈ ശരീരത്തിൽ ഞാൻ തന്നെ ജീവിക്കുന്നു, പക്ഷെ അത് കർത്താവ് അങ്ങനെയുള്ള വിശ്വാസത്താല് അങ്ങനെ അതുപോലെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്. ഞാനങ്ങ് ക്രൂശിക്കപ്പെടുന്നു, യേശു എന്നിൽ കൂടെ വെളിപ്പെടണം. അങ്ങനെ അതിനായിട്ട് നമുക്കൊരു വാഞ്ചയുണ്ടോ? നമുക്ക്
വാക്യങ്ങളെല്ലാം കൂട്ടി നമുക്കറിയാം. 2 Corinthians 4:10-11 വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനായിട്ട് ക്രിസ്തുവിന്റെ മരണം എന്റെ മർത്യശരീരത്തിൽ ഞാൻ വഹിക്കുന്നു, കർത്താവ് പിതാവ് നമ്മളെ അതിനായിട്ട് ഏൽപ്പിക്കുന്നു എന്നുള്ള വാക്യങ്ങളൊക്കെ നമുക്കറിയാം. കർത്താവിനെ പറയുന്നുണ്ട്, നമ്മുടെ സ്വന്തം ജീവനെ കളയുന്നവൻ അവനാണ് അത് നിത്യജീവനായിട്ട് നേടുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വാക്യങ്ങളൊക്കെ അറിയാം. കർത്താവ് ക്രൂശിന്റെ വചനം, അത് പുനരുദ്ധാനത്തിന്റെ വചനം, അത് വചനത്തിലുടനീളം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ദൈവം മറ്റ് എതിർ സഭക്കാരിൽ ഒരുപക്ഷെ ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരാൻ കർത്താവേ എന്നിലെ ഞാൻ എന്നെ ക്രൂശിക്കപ്പെടട്ടെ. ഞാൻ വീട്ടിൽ സംസാരിക്കുമ്പോൾ പല പ്രകോപനപരമായിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ എനിക്ക് തന്നെ അങ്ങ് സംസാരിക്കാനായിരിക്കും താല്പര്യം, പക്ഷെ അവിടെ ഞാൻ ക്രൂശിക്കപ്പെട്ട് കോപിക്കാനും മോഹിക്കാനും ആകുലപ്പെടാനും ഒക്കെയുള്ള പ്രലോഭനങ്ങളുടെ മധ്യത്തില് അവിടെ ഞാനൊരു ക്രൂശിക്കപ്പെട്ടവനെ പോലെ ഇന്നത്തിനെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കാനും അവിടെ യേശുവിന്റെ ജീവനിൽ നിറഞ്ഞ് കർത്താവിന്റെ ജീവന്റെ പ്രേരണയിൽ മാത്രം സംസാരിക്കാനും അവിടെ ശരിയാണ് ചില കാര്യങ്ങൾ നമ്മൾ ഫേമായിട്ട് അപരന്മാരെന്ന നിലയിൽ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ എന്ന നിലയിലൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഫേമായിട്ട് വളരെ കാർക്കശ്യത്തോടെ വളരെ ഉറച്ച നിലപാടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ജഡത്തിന്റെ കർക്കശം വരാതെ മക്കളെ ഞാനങ്ങ് മരിച്ച് യേശുവിന്റെ ജീവൻ എന്നിൽ നിറഞ്ഞ് ആ യേശുവിന്റെ തീക്ഷ്ണതയോടെ, കർത്താവിന്റെ തീക്ഷ്ണതയോടെ, ജഡത്തിന്റെ ഒരു എരിച്ചിലോടുകൂടിയല്ല മറിച്ച് യേശുവിന്റെ തീക്ഷ്ണതയോടുകൂടി കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയാൻ, ഫേമായിട്ട് പറയാൻ, കർക്കശത്തോടെ പറയാൻ എന്നെ സഹായിക്കണം. യേശുവിനിൽ വെളിപ്പെടണം. ഒരു നാളും നോ വൺ സ്പീക്സ് ദ വേ ദിസ് മാൻ സ്പീക്സ്. യോഹന്നാൻ 7:47 അവിടെ കർത്താവിനെ പിടിക്കാൻ വന്ന സേവകന്മാര്, സെർവൻസ്, അവര് പറയുക ഇവൻ സംസാരിക്കുന്ന പോലെ ഒരു നാളും ആരും സംസാരിച്ചിട്ടില്ല. അതുപോലെ കർത്താവിന്റെ ലാവണ്യ വാക്കുകളെ കണ്ട് നസ്രയത്തിലെ ആൾക്കാരെ അതിശയിച്ചു. എവിടെ ലൂക്കോസ് 4:22 നമ്മൾ വായിക്കുന്ന കർത്താവെ അതുപോലെ അങ്ങ് സംസാരിച്ചതുപോലെ സംസാരിക്കാനും അങ്ങ് ചെയ്തതുപോലെ അങ്ങ് അവിടുന്ന് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ പോലും അവിടത്തേക്ക് ഒരു മടിയില്ലായിരുന്നു. അതുപോലെ അങ്ങ് ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിപ്പാനായിട്ട്, അങ്ങ് ചെയ്തതുപോലെ ചെയ്യാൻ, അവിടെ ചിന്തിച്ചതുപോലെ ചിന്തിപ്പാനായിട്ട് കർത്താവ് ഞാൻ ജീവിച്ചു മടുത്തു. ഇനി ഞാൻ എനിക്കായിട്ട് ജീവിക്കുന്നില്ല, ഞാൻ എനിക്കായിട്ട് മരിച്ചു തീർത്തിരുന്നിട്ട് ഈ യേശുവിനായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ഇതിനെ ഏൽപ്പിച്ചു തരുന്നു. അതിനായിട്ട് അവിടുത്തെ ആത്മാവിനെല്ലാം നിറയ്ക്കണം കർത്താവെ. എന്റെ ജീവിതത്തിൽ യേശു വെളിപ്പെടണം. ഞാൻ 2 മിനിറ്റ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുവാണെങ്കിലോ, ഞാൻ വീട്ടിൽ സംസാരിക്കുവാണെങ്കിലോ, ഞാൻ കടയിൽ പോയി സംസാരിക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ റോഡില് പല വാക്തർക്കങ്ങളോ അങ്ങനെയൊക്കെയുള്ള വരുന്ന സാഹചര്യത്തിലോ, അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളുടെ ഇടയില്, ബന്ധുക്കളുടെ ഇടയില്, അതുപോലെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഓരോ ഫംഗ്ഷന് പോകും, പലരും കാണുന്നു. അവിടെയൊക്കെ പ്രധാനം അവിടെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനായി തീരണം. എന്റെ ഒരു ജഡത്തിന്റെ ഒരു നാറ്റമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. വാക്യങ്ങളൊക്കെ നമുക്കറിയാം. 2 Corinthians 2:14 ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. പിന്നെ കുറച്ച് കഴിയുമ്പം 2 Corinthians 3:2-3 വാക്യങ്ങൾ നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങൾ എത്ര, യു ആർ ദ ലെറ്റർ ഓഫ് ക്രൈസ്റ്റ്. മറ്റുള്ളവർക്ക് 5ാമത്തെ സുവിശേഷം ആണ് ലോകത്തിലെ ഭൂരിപക്ഷം പേരും വായിക്കുന്നത്. എത്ര സുവിശേഷങ്ങളുണ്ട് ബൈബിളില്? എത്ര സുവിശേഷങ്ങളുണ്ട്? ഹൗ മെനി ഗോസ്പെൽസ്? 4 ഗോസ്പെൽസ്. പക്ഷേ ദിസ് ഈസ് ദ 5th ഗോസ്പെൽ. ഇറ്റ്സ് എ ലൈഫ്. നമ്മളുടെ ആ ജീവിതമാണ് പലരും വായിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ. അവർ ബൈബിൾ വായിക്കാൻ അവർക്ക് താല്പര്യം കാണത്തില്ല, പക്ഷെ അവർക്ക് അയാളുടെ ജീവിതം, അവരുടെ ജീവിതം എനിക്ക് നോക്കണം, അവിടെ എവിടെ തെറ്റ്, അവിടെ എന്താ യേശുവിന് ചേരാത്തതായിട്ട് എന്താ ഉള്ളേ എന്ന് വളരെ ഭൂതക്കണ്ണാടിയോടുകൂടി നോക്കുന്ന ഒത്തിരി പേര് 5ാമത്തെ സുവിശേഷം വായിക്കുന്നവരുണ്ട്. അവിടെ ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് അവിടെ ഈ 4 സുവിശേഷങ്ങളിലെ യേശുവിനെ ഏറ്റവും വ്യക്തമായിട്ട് 100% പൂർണ്ണതയോടെ പരിശുദ്ധാത്മ വരച്ച് കാട്ടിയെങ്കിൽ കർത്താവെ എന്റെ ജീവിതത്തിനും കർത്താവെ ആ ഒരു പൂർണ്ണതയോടെ അവിടുന്ന് വരച്ചു കേട്ടാൻ അവിടുന്ന് മതിയാകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. മറിച്ച് കർത്താവെ അവിടുത്തെ സൗരഭ്യവാസനയായിട്ട്, അവിടുത്തെ ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് എനിക്ക് വെളിപ്പെടണം. അതിനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നതിനായിട്ട് ഒരു ആത്മാവിന്റെ നിറവ് എനിക്ക് വേണം. പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഒരു ഉറപ്പില്ലാത്ത പലരും ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. അത് വളരെ ലജ്ജാകരമായ കാര്യമാണ്. നമ്മൾ ദൈവത്തോടത് ചോദിക്കണം. കർത്താവെ എനിക്ക് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഒരു ഉറപ്പ് എനിക്ക് വേണം. ആ ഒരു കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും, നിങ്ങൾ സൺഡേ സ്കൂൾ ചിൽഡ്രൻ ആയിരിക്കും. ജീസസ് ഞാൻ ഫിൽ വിത്ത് ഹിസ് ലവ്. യേശുവിന്റെ സ്നേഹത്തെ എന്നെ നിറയ്ക്കണം. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഒഴിച്ചു തരുന്നു. ഞാൻ ക്രൂശിക്കപ്പെടാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. ചിലർക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കും. പക്ഷെ അവിടെ എന്തോ ഒരു അനുഭവത്തിലുള്ള ഒരു തൃപ്തിയല്ല, മറിച്ച് കർത്താവ് ഇന്ന് ഞാൻ ക്രിസ്തുവിന്റെ ആത്മാവിനെ നിറയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എനിക്കുണ്ട്. അതിന്റെ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ചിലപ്പോൾ ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് തന്നെയാണോ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നുള്ളൊരു ഉറപ്പ് കാണത്തില്ല. പക്ഷെ ദൈവത്തിൽ നിന്ന് തന്നെ ഒരു ഉറപ്പ് ചോദിക്കണം. കർത്താവ് ഇത് തന്നെയാണോ പരിശുദ്ധാത്മ നിറവ്? അത് ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ശരിയാണ്, വർത്തമാനമായ നിറവ് നമുക്ക് വേണം. പക്ഷെ കർത്താവ് ഞാൻ അനുഭവിച്ചത് ഈ ഒരു ശക്തീകരണം, കർത്താവിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു നിറവ് ഞാൻ അനുഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കർത്താവെ അവിടെ നിന്ന് നിറയ്ക്കണം. ഇപ്പോൾ തന്നെ അവിടുത്തെ ആ ആത്മാവിനെ നിറയ്ക്കണം. അതിനായിട്ട് ഞാൻ എന്നെ ക്രൂശിക്കപ്പെടാനായിട്ട് അതിന്റെ ഒരേ ഒരു തടസ്സം, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ അനുഭവിക്കുന്നതിന് ഒരേ ഒരു തടസ്സം ഞാനാണ്.
എന്റെ ഈഗോ ആണ്, എന്റെ അഹം, എന്റെ ഞാനുള്ള സെൽഫാണ്. അത് ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവെ, ഞാനാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്, ഞാനാണ് അവിടുത്തെ മുമ്പാകെ വന്ന് എന്റെ മുമ്പേ വരുന്നവൻ കള്ളനെ കവർച്ചക്കാരെന്ന് കർത്താവ് യോഹന്നാൻ 10:8 പറഞ്ഞതുപോലെ ഞാനാണ് യേശുവിനെ മറക്കുന്നത് കർത്താവെ. ഞാൻ തന്നെ വെളിപ്പെടുക, യേശു ഇതിന് വെളിപ്പെടണം. അതിനായിട്ട് ഞാൻ അതിനെ ഏൽപ്പിക്കുന്നു, ഞാൻ അതിനെ താഴ്ത്തുന്നു, അതിനെ ഞാൻ സാഷ്ടാംഗം ഏൽപ്പിക്കുന്നു, അങ്ങ് പ്രത്യേകമായിട്ട് ഏൽപ്പിക്കുന്നു. ഞാൻ എനിക്കായിട്ടല്ല കർത്താവെ, അവിടുത്തെ ആത്മാവിനെ എന്നെ നിറയ്ക്കണമേ. ഞാൻ ചിന്തിക്കുന്ന ചിന്തകളും മനോഭാവങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കർത്താവെ യേശുവിന്റെ ജീവൻ അതിലൂടെ പ്രവഹിക്കണം. അത് ജീവിതത്തിലെ നദിയായിട്ട് എന്റെ ചുറ്റുമുള്ളവർക്ക്, എന്റെ വീട്ടിലുള്ളവർക്ക്, എന്റെ അയൽവക്കത്തുള്ളവർക്ക്, എന്റെ കർത്താവിനെ എന്നോട് ടച്ചിലേക്ക് വരുന്ന, എന്നെ സമ്പർക്കത്തിലേക്ക് വരുന്നവർക്കെല്ലാം, എന്റെ അടുത്തേക്ക് വരുന്നവർക്കെല്ലാം കർത്താവെ ആ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന, ആ സ്നേഹത്തിന്റെ കാർക്കശത്തിന് ഒരു സൗരഭ്യവാസന ലഭിക്കണം കർത്താവെ. അതിനായിട്ടുള്ള ഒരു ദാഹത്തോടെ നമുക്ക് കർത്താവിലേക്ക് നോക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ അത് നമ്മളെ ഇങ്ങനെ കാണുന്നേ, കാണാനായിട്ട് നമ്മളേക്ക് ഈ എൻഎച്ചിലെ റോഡൊക്കെ അവര് യെല്ലോ മാർക്കൊക്കെ വെച്ചിങ്ങനെ, യെല്ലോ മാർക്കും വൈറ്റ് ബോർഡേഴ്സ് ഒക്കെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ വരച്ചൊക്കെ വെക്കാം എന്ന് പറയുന്നത്. കർത്താവ് പോയ പാത അത് ചോരപ്പാടുകളാണ്, ചുവന്ന പാടുകൾ. അത് കർത്താവിന്റെ സ്വജീവന്റെ രക്തത്തിലാണ് പ്രാണനുള്ളത്. ലിവർ 17:11 നമ്മൾ വായിക്കുന്നത് പോലെ ആ പ്രാണൻ സ്വജീവന രക്തത്തെ അവസാനത്തോടെ രക്തത്തെയും ചൊരിഞ്ഞുകൊണ്ട് കർത്താവ് ആ പാതയിൽ പോയി. അതാണ് പുനരുത്ഥാനത്തിന്റെ പാത. അതൊരു ശരിയാണ്, അവിടെ വേദനയുണ്ട്. നമ്മളെ പല കാര്യങ്ങളോടും നമ്മളെ പലരും അവഗണിക്കുകയും ഓരം കിട്ടുക എന്നൊക്കെ തമിഴിൽ പറയും, സൈഡ് ലൈൻ ചെയ്യുന്നവരെങ്കിൽ നമ്മളെങ്ങനെ സൈഡിലോട്ട് മാറ്റി വെക്കുന്ന, ഓരം കെട്ടപ്പെട്ട് ഒരു ഓരത്ത് അങ്ങനെ സൈഡ് ലൈൻ ചെയ്യുമ്പോഴും അവഗണിക്കുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും തള്ളപ്പെട്ട് കല്ലും മൂലക്കല്ല എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ സമയത്ത് കർത്താവ് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അവിടെ കർത്താവിന് നിന്ന ചുമന്നുകൊണ്ട് വളത്തിന് പുറത്ത് പോകുന്നത് ശരിയാണ്. നമ്മുടെ ജഡത്തില് ഒരു കഷ്ടമുണ്ട്, വലിയ വേദനയുണ്ട്. എന്നാണ് അവിടെ പുനരുദ്ധാനത്തിന്റെ ശക്തി വന്ന് വ്യാപരിക്കും. അവിടെ വലിയ സന്തോഷമുണ്ട്, വലിയൊരു ആശ്വാസമുണ്ട്. കാരണം യേശുവിനോടുള്ള കൂട്ടായ്മ ഈ പാതയിൽ മാത്രമേ ഉള്ളൂ. വലിയ വിശാലമായ പാത അപ്പുറത്ത് തുറന്നു കിടപ്പുണ്ട്, അവിടെ അടിപ്പാടി അവിടെ ജോലിയായിട്ട് പോകാം. പക്ഷേ ഇവിടെ കർത്താവിന്റെ സാന്നിധ്യം ഈ കുഞ്ഞിരിക്കുള്ള പാതയിലേ ഉള്ളൂ. കർത്താവിനുള്ള കൂട്ടായ്മ, കർത്താവിന്റെ കഷ്ടത്തിൽ പങ്കാളിയാകുവാനുള്ള ഭാഗ്യം അതിവിടെ മാത്രമേ ഉള്ളൂ. ആ ഒരു ഭാഗ്യ പദവി, ആ ഒരു വലിയ സന്തോഷം, പാപിയെ നേടുവാൻ ക്രൂസിൽ തന്നെ ജീവൻ വെച്ച രക്ഷകനാ നാഥന്റെ രക്ഷനെ വേല ചെയ്യാം എന്നൊക്കെ നമ്മൾ അവിടെ പാടുന്നുണ്ട്. 5-ാമത്തെ സ്റ്റാൻസിലെ കർത്തൻ തൻ പേർക്കായി ജീവനെ കളയുകയിൽ നേടിടും ഞാൻ അതിനെ പ്രാപിക്കും നിത്യജീവൻ. ലോകത്തിന് ലാഭം ധനം ചെയ്ത് ലാഭവും ധനവും ഒക്കെ 6-ാമത്തെ സ്റ്റാൻസില് ചെയ്ത നഷ്ടം എന്നാണ്. ഐ വിൽ കൗണ്ട് ഓൾ തിങ്സ് as rubbish as loss. അതാ ലോകത്തിന് ലാഭവും ധനവും ഒക്കെ ചെയ്ത നഷ്ടം എന്നിടാമേ ലോകത്തിന് മാനത്തേക്കാൾ തന്മാനാഭികാമ്യമേ. ലോകങ്ങൾ അവസാനിക്കും, വെളിപ്പെടും താൻ തേജസ്സിൽ തൻ സിദ്ധർ വാണിടുമേ തൻ കൂടെ യുഗായുഗമായി. ഈ നമ്മളെ സ്റ്റാൻസിൽ പാടുന്നത് പോലെ പാടുകളേറ്റ പരിശുദ്ധനായ കർത്താവിന്റെ അപമില്ലാത്ത കർത്താവിന്റെ പാതയെ നോക്കി ജീവിച്ചിടാം. ഈ പാരിടത്തിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളെല്ലാം ആ ഒരു സമർപ്പണത്തോടെ കർത്താവെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, നമ്മള് കർത്താവെ ഇനി മുതല് കർത്താവെ എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഞാൻ ജീവിക്കും. ഞാൻ ഇനി സ്വന്തമായിട്ട് പ്രതികരിക്കാതെ എന്നിട്ട് എന്നെ സഹായിക്കണം കർത്താവെ. ഞാൻ അങ്ങനെയുള്ള ആശ്രയത്തില്, വിശ്വാസത്തില് ഞാനാണ് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ക്രൂശിക്കപ്പെടാനായിട്ട്. നീണ്ടു നിവർന്നു നിൽക്കുന്ന എന്നുള്ള ആ ഒരു ഞാൻ, അതങ്ങ് ക്രൂശിക്കപ്പെട്ട് വളച്ച് മാലിബിളായിട്ടൊരു ആയിട്ട്, ക്രൈസ്റ്റായിട്ട് ആയിത്തീരുക. എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ ജീവനാലെ നിറച്ച് അവിടുന്ന് തന്നെ വെളിപ്പെടണം, ഈ പാതയിൽ എനിക്ക് പോകണം എന്നുള്ള വലിയ സമർപ്പണത്തോടെ, വലിയ സന്തോഷത്തോടെ നമുക്ക് പാടാം. തന്നിന്ന് ചുമന്നുകൊണ്ട് സാക്ഷികളിൻ നടുവിൽ ധീരരഗമിച്ചിടാമേ. പാളയത്തിൻ
പുറത്തായി തന്നിന്ന് ചുമന്നുകൊണ്ട് സാക്ഷികളിൻ നടുവിൽ ധീരരായി ഗമിച്ചിടാമേ. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന പാപിയെ നേടിടുവാൻ ക്രൂസിൽ തൻ ജീവൻ വെച്ച രക്ഷകനാം നാഥന്റെ രക്ഷണ്യവേല ചെയ്യാം. പാപിയെ നേടിടുവാൻ ക്രൂസിൽ തൻ ജീവൻ വെച്ച രക്ഷകനാം നാഥന്റെ രക്ഷണ്യവേല ചെയ്യാം. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന ആയിരമായിരങ്ങൾ പാപത്തിൽ നശിച്ചിടുമ്പോൾ ക്രൂസിൽ നിവർത്തിച്ചതാ സുവിശേഷം ഘോഷിച്ചിടാം. ആയിരമായിരങ്ങൾ പാപത്തിൽ നശിച്ചിടുമ്പോൾ ക്രൂസിൽ നിവർത്തിച്ചതാ സുവിശേഷം ഘോഷിച്ചിടാം. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന രക്തം ചിന്തി നമുക്കായി തന്നെ തനേൽപ്പിച്ചതാ അർപ്പിക്കാമനുദിനവും ചെലവാക്കാം ചെലവായിടാം. രക്തം ചിന്തി നമുക്കായി തന്നെ തനേൽപ്പിച്ചതാ അർപ്പിക്കാമനുദിനവും ചെലവാക്കാം ചെലവായിടാം. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന കർത്തൻ തൻ പേർക്കായി ജീവനെ കളയുകയിൽ നേടിടും താനതിനെ പ്രാപിക്കും നിത്യജീവൻ. കർത്തൻ തൻ പേർക്കായി ജീവനെ കളയുകയിൽ നേടിടും താനതിനെ പ്രാപിക്കും നിത്യജീവൻ. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം.
പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന ലോകത്തിൻ ലാഭം ധനം ചെയ്തമെന്നിടാമേ. ലോകത്തിൻ മാനത്തേക്കാൾ തന്മാനമഭികാമ്യമേ. ലോകത്തിൻ ലാഭം ധനം ചെയ്തമെന്നിടാമേ. ലോകത്തിൻ മാനത്തേക്കാൾ തന്മാനമഭികാമ്യമേ. പാടുകളേറ്റ പാവനന്റെ പാവകളാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന ലോകങ്ങൾ അവസാനിക്കും. വെളിപ്പെടും താൻ തേജസ്സിൽ തൻ സിദ്ധർ വാണിടുമേ. തൻ കൂടെ യുഗയുഗമാ ലോകങ്ങൾ അവസാനിക്കും. വെളിപ്പെടും താൻ തേജസ്സിൽ തൻ സിദ്ധർ വാണിടുമേ. തൻ കൂടെ യുഗയുഗമാ പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി ജീവിച്ചിടാം. പാരിടത്തിൽ പാർക്കുന്ന ഈ പാരിടത്തില് പാർക്കുന്ന ആളെല്ലാം ഈ ചോര പുരണ്ട ഈ പാതയെ തന്നെ ചുംബിച്ചുകൊണ്ട് ഈ പാതയിൽ തന്നെ മുന്നേറുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. അത് തന്നെ വലത്തോട്ടോ ഇടത്തോട്ടോ നീങ്ങാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അകത്തു നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ വസ്തുതം കേൾപ്പാൻ ഇതാണ് വഴി, ഇതിലേക്ക് പോവുക. അതെ സാറി, അവിടുന്ന് പോയ പാത മതി. അവിടെ വലിയ ആൾത്തിരക്കൊന്നുമില്ല. തനിമയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, നിർണയമുണ്ട്, പരിഹാസമുണ്ട്. എന്നാ കർത്താവേ, അവിടെ ക്രിസ്തുവിൽ നിന്ന വൻധനമായിട്ട് എന്നെ വലിയ ആവേശത്തോടെ വലിയ സന്തോഷത്തോടെ നിങ്ങൾക്ക് മുമ്പായിട്ട് പോയിട്ടുള്ള പല വിശുദ്ധന്മാരുടെ സ്വരപുരുടെ കാൽപ്പാടുകളും ഇവിടെ ഉണ്ടല്ലോ. കർത്താവിന്റെ സ്വരപ്പാടുള്ള കാൽപ്പാടുകൾക്ക് അതിന് ഉറപ്പ് പകരുന്ന വണ്ണം, അതിന് അത് കൂടുതൽ തെളിഞ്ഞു കാണത്തക്ക വണ്ണം കർത്താവെ ഞങ്ങളുടെ മുൻപേ ഗമിക്കുന്ന ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുടെ കാൽപ്പാടുകളും ഉണ്ട്. അതെ കർത്താവ്, നല്ല നല്ല മാതൃകകളെ ഇവിടെ ഞങ്ങളുടെ സഭയിൽ തന്നെയും തന്നിട്ടുണ്ടല്ലോ. ആ ചോരപുരണ്ട കാൽപ്പാടുകളെ ഉണർന്നുകൊണ്ട് കർത്താവിൽ പിരികൊണ്ട് മുമ്പോട്ട് പോവുക. ഇത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കേണ്ടത്. അതെ കർത്താവ്, ഞാനില്ല, ഞാൻ ഇന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ I'm dead and gone and buried. കർത്താവേ, ഞാൻ എന്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അത് കർത്താവേ, കർത്താവേ, അവിടുന്ന് അവിടെ ജീവിച്ചാട്ടെ, അവിടുന്ന് മാത്രം വെളിപ്പെട്ടാട്ടെ. എൻ്റെ മനോഭാവങ്ങളിലെ, ചിന്തകളിലെ, ആഗ്രഹങ്ങളിലെ, എൻ്റെ മുഖഭാവങ്ങളിലെ, വാക്കുകളിലും പ്രവൃത്തികളിലും യേശുവെ അവിടുന്ന് വെളിപ്പെടണം. യേശുവിന് ജീവിക്കാനായിട്ട് ശരീരം ഇതാണ് എൻ്റെ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇതാ അവിടുന്ന് ഒരുക്കിയ ശരീരം അവിടുത്തെ എഴുതാൻ ചെയ്യുവാനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് യേശു പറയുന്നത്. ഞങ്ങളും കർത്താവെ ഞങ്ങളുടെ ശരീരങ്ങളും ജീവനങ്ങളെ അങ്ങോട്ട് സമർപ്പിക്കുന്നു. അവിടത്തേക്ക് ജീവിക്കാൻ, യേശുവിനെ കർത്താവെ ചിന്തിക്കുവാനും, യേശുവിനെ നോക്കിക്കാണുവാനും, യേശുവിനെ സംസാരിക്കുവാനും
യേശുവിന് തന്റെ വേല ചെയ്യുവാൻ, പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ഒരു ശരീരം ആവശ്യമാണ്. ആ എനിക്ക് വേണ്ടി തന്റെ ശരീരത്തെ നൽകും എന്ന് ചോദിക്കുമ്പോൾ അടിയനിത എന്ന് പറയുക. കർത്താവിനെ ഓരോരുത്തരെ സഹായിക്കണം. ഇനി കർത്താവെ, ഈ ശരീരം ഇതാണല്ലോ ദേവാലയം, ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണല്ലോ. ഇവിടെ ഞാനിന്ന് ജീവിച്ചത് മതി കർത്താവെ. കർത്താവെ, എനിക്ക് വേണ്ടി മനുഷ്യരുടെ പ്രിയവൻ എനിക്ക് വേണ്ടി ജീവിതം എന്റെ കർത്താവിന് വേണ്ടി അവനുള്ള വിശ്വാസത്താൽ ആണ് ഞാൻ കർത്താവെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുവാൻ എന്നെ സഹായിക്കണം. അങ്ങനെ യേശുവിനെ വെളിപ്പെടട്ടെ, യേശുവിന് ജീവിപ്പാൻ, യേശുവിനെ കർത്താവെ സംസാരിക്കുവാൻ, യേശു നോക്കിയതുപോലെ, യേശു കണ്ടതുപോലെ കാര്യങ്ങളെ കാണുവാൻ, യേശു സംസാരിച്ചതുപോലെ സംസാരിപ്പാൻ, സ്നേഹത്തോടെ കാർക്കശ്യത്തോടെ സംസാരിപ്പാൻ, യേശു ചാട്ടവാറെടുത്തതുപോലെ ചാട്ടവാറെടുക്കേണ്ടപ്പോൾ എടുക്കുവാൻ, യേശു ശിഷ്യന്മാരെ കാല് കഴുകുന്നതുപോലെ അടിമദാസിനെ പോലെ കാല് കഴുകുവാൻ, കുഷ്ഠരോഗിയെ സ്പർശിച്ച് സുഖമാക്കിയതുപോലെ മനസ്സരിഞ്ഞ് കർത്താവെ അവിടുന്ന് പാപികളുടെയും ചുമക്കാരന്റെയും സ്നേഹിതൻ എന്നുള്ള പേര് സമ്പാദിച്ചതുപോലെ അങ്ങനെയൊക്കെ ജീവിപ്പാനായിട്ട് കർത്താവെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ജീവിപ്പാൻ ഒരു ശരീരം, അത് പിതാവിലേക്ക് ശരീരത്തിൽ അവിടുന്ന് പിതാവിനെ വെളിപ്പെടുത്തി ഇന്ന് ഈശ്വര ജീവൻ വെളിപ്പെടുത്താനായിട്ട് എന്റെ ശരീരത്തെ വിട്ടുതരുന്ന കർത്താവെ, എന്നെ പൂർണ്ണമായിട്ടും വിട്ടുതരുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ നിറച്ച ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട്, ഞങ്ങളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട്, അപരന്മാരോട്, അയൽപക്കത്തുകാരോട്, അധ്യാപകരോട്, വിദ്യാർത്ഥികളോട്, സഹപ്രവർത്തകരോട് ഒക്കെ സംസാരിക്കുവാൻ ഞാൻ വേണ്ട, ഞാനില്ല, യേശു സംസാരിക്കട്ടെ. യേശുവിന്റെ ശബ്ദം എന്റെ കുഞ്ഞുങ്ങളെ കേൾക്കട്ടെ, യേശുവിന്റെ ശബ്ദം എന്റെ ഭാര്യ കേൾക്കട്ടെ, എന്റെ ഭർത്താവ് കേൾക്കട്ടെ, എന്നിലൂടെ എന്റെ അപ്പനന്മാരിന് യേശുവിന്റെ ശബ്ദം കേൾക്കട്ടെ, വീട്ടിൽ യേശുവിന്റെ ശബ്ദം മുഴങ്ങട്ടെ, യേശുവിന്റെ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടട്ടെ. ഏതൊരു കാര്യം ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ആ ഒരു യേശുവിന്റെ പ്രവൃത്തികൾ കർത്താവെ എന്റെ വീട്ടിൽ നിന്ന് വെളിപ്പെടട്ടെ, എന്റെ സഭയിൽ വെളിപ്പെടട്ടെ, എന്റെ ദേശത്ത് വെളിപ്പെടട്ടെ. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു സ്ഥാനം, ആ ക്രൂശിൽ നിങ്ങൾ താഴെ ഇറങ്ങാനുള്ള വഴിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിച്ചവരെല്ലാവരും ക്രൂശോട് ചേർത്ത് ബന്ധിക്കണമേ, സഹായിക്കണമേ. പിതാവേ, ഞങ്ങളെത്തുന്ന സഹായരാണ്, ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ഒരുമിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ഉറക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ, സ്തുതിക്കാൻ. നന്ദി കർത്താവേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ്. വചനത്തിനായിട്ട് നന്ദി. അവിടെ ഞങ്ങളെ സഹായിച്ച പ്രൈസ്. ഹല്ലേലൂയ. ഇവിടെ ഞങ്ങളെ സഹായിക്കുന്നുള്ളത് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രൈസ്, പ്രൈസ്, പ്രൈസ്. സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങളുടെ യാഗത്തെ, അവിടുന്ന് ഞങ്ങളുടെ വഴിപാടിന് ഞങ്ങളുടെ യാഗത്തെ, ഞങ്ങളുടെ ജീവനുള്ള യാഗത്തെ അവിടുന്ന് സ്വീകരിച്ചതിനായിട്ട് നന്ദി. അവിടുത്തെ ആത്മീയ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്ത് യേശു ഞങ്ങൾ ജീവിക്കട്ടെ. സഹായിച്ചാട്ടെ. എപ്പോഴെങ്കിലും ഞങ്ങളുടെ സ്വയജീവൻ പൊങ്ങി വരുന്നത് കാണുമ്പോൾ കർത്താവേ, അപ്പോൾ തന്നെ വീണ്ടും ഞങ്ങളെ വീണ്ടും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ നിരന്തരമായിട്ട് സഹായിക്കണമേ. ഇപ്പോഴും 0 പോയിന്റ് തന്നെ ആൾക്കാരെ തന്നെ ആയിരിക്കാൻ യാഗപശുവിനെ, യാഗമൃഗത്തെ ഞങ്ങൾ തലയോടുകൂടി സ്നേഹചരടുകളായ പരിശുദ്ധാത്മാവിന്റെ ചരടുകളായ ചേർത്ത് ബന്ധിച്ചുകൊണ്ടേയിരിക്കാനും ആ ക്രൂശിൽ തന്നെ വെന്തരിയുവാനും ഞങ്ങൾ സഹായിച്ചാട്ടെ. യേശു വെളിപ്പെടുവാൻ എപ്പോഴും ഇടയാവട്ടെ. കർത്താവ് സ്വജീവന്റെ ഏതെങ്കിലും ലാഞ്ചനകളെ കർത്താവെ കാണുന്നതൊക്കെ അപ്പോൾ താഴ്ത്തി കരുതപ്പെട്ട് പിന്നെ ക്രൂശിനോട് ചേർന്നിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ആ ഇസ്ഹാക്ക് അബ്രഹാം പിതാവിന്റെ വാർത്ത കേട്ട്, ആ വാക്കുകൾ കേട്ട് തന്നെ ആ യാഗപീഠത്തില് ചേർത്ത് കിട്ടുവാനായിട്ട് സമർപ്പിച്ചു പോലെ ഞങ്ങൾക്കൊന്ന് യാഗപീഠത്തിൽ ചേർത്ത് കിട്ടുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചു. അതേ കർത്താവിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ സഭയിലൊക്കെ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നവർക്ക് സ്തുതിക്കുന്നു. നന്ദി പറഞ്ഞു. യേശുവിന്റെ ശീലത്തിലായിട്ട് വെളിപ്പെടാൻ പോകുന്നവർക്ക് സ്തുതിക്കുന്നു. അസൗരവാസന യേശുവിന്റെ പത്രങ്ങളായിട്ട് വെളിപ്പെടാൻ പോകുന്നവർക്ക് സ്തുതിക്കുന്നു. അവിടെ അത് ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളിപ്പോ ചെറുപ്പക്കാരുടെ ജീവിതത്തിലും അവിടെ ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദി കർത്താവിനാണ്. പ്രാർത്ഥനയായിട്ട് സ്തുതിക്കുന്നില്ല യേശുവിന്റെ വിലയുടെ മാറിയുള്ള നാമത്തിൽ.